ഞാൻ കുട്ടിയോട് എനിക്ക് സഹതാപമാണ് തോന്നി. കാരണം കുട്ടി ചെയ്യാൻ ശ്രമിച്ചത് അവൾക്കൊന്ന് വൈറലാവാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് അയാളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ, പക്ഷെ അത് കാണുന്നവൻ മണ്ടനല്ല എന്നുള്ള ഒരു വലിയ സംഭവമുണ്ട്. പുലി വരുന്നേ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പെൺകുട്ടി പറഞ്ഞത് പുലി വരുന്നേ അത് യഥാർത്ഥത്തിൽ പുലി വന്നു ഇല്ല. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് ജെനുവിനായിട്ട് നാളെ ഇനി അവളെ ആരെങ്കിലും കയറി പിടിച്ചാലും അവൾ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകില്ല. പ്രളയം വന്നത് അതൊരു നാച്ചുറൽ കലാമിറ്റി അല്ലേ ചേട്ടാ? അല്ല, സ്ത്രീകൾ കയറിയത് നാച്ചുറൽ കലാമിറ്റിയും കൂടെ എങ്ങനെയാ ചേട്ടാ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും? അത് രണ്ട് കാര്യമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ മിത്ത്, എൻ്റെ ബിലീഫ്, അത് എൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. അല്ല, റിലീജിയൻ നമ്മൾ വേറെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഞാനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ അതേ സമയം തന്നെ ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ വെട്ടുകാട് പോകുന്ന ആളാണ്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ വേണമെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്. മിഷൻ മെൻസ് കമ്മീഷനാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ചീഞ്ഞെളിഞ്ഞ ഒരുപാട് ഗർഭകഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് ഈ കുളിക്കടവിലെ പെണ്ണുങ്ങൾ പറയുന്ന ഗോസിപ്പുകൾക്ക് ഇതിനേക്കാളും നിലവാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് കണ്ടിട്ടില്ലാത്തവന്മാരാണ് കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. ഓരോരുത്തന്മാരെയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ അവരുടെ വയറ്റിപ്പഴപ്പാണ്. എന്നെ വെച്ച് തന്നെ റേഷനറി മേടിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി റേപ്പ് ചെയ്താലോ, പോലീസ് കയറി കർണ അടിച്ച് പൊളിച്ചാലോ, വല്ല അനീതി കാണിച്ചാലോ ഇവിടെ ആർക്കും വേണ്ട. ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകളിൽ മാത്രം എടുത്താൽ രാഹുൽ ഈശ്വർ കൊള്ളാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊള്ളാം, നമുക്ക് എടുത്ത് ഹൈപ്പിയാം, തന്ത്രി കൊള്ളാം. ഇപ്പോഴത്തെ സർക്കാർ പുരുഷന്മാരുടെ റൈറ്റ്സിന് അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പുല്ല് വിലയോട് കൊടുക്കും. ഞാനൊരു SFIക്കാരനായിരുന്നു, ഇപ്പം അല്ല എന്ന് ഞാൻ പറയുന്നു. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, എക്സ്ചേഞ്ചസ് ആൻഡ് മോർ ഓൺലി അറ്റ് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ കേസിന് ഇപ്പോൾ ഇന്ന് കോടതി ജാമ്യം നിഷേധിച്ചു. സോ ആ കേസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്സ് ലീക്കാവുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. ചാറ്റ് ബോക്സ് ലീക്കാവുന്നുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ സമയത്തും മെൻസ് കമ്മീഷനാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്. മിഷൻ മെൻസ് കമ്മീഷനാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ എത്തിക്കലായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ലേ? ഞാൻ എൻ്റെ അത് ഒരു കാര്യം പറയട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചീഞ്ഞെളിഞ്ഞ ഒരുപാട് ഗർഭകഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആരും അതിൻ്റെ പുറകെ പോകുന്നില്ല. ഇപ്പോൾ രാഹുലിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ദേ ഹാഡ് കൺസെൻഷ്വൽ സെക്സ്. ഇന്ത്യയിൽ കൺസെൻഷ്വൽ സെക്സ് എന്നുള്ളൊരു ക്രൈമല്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കേസ് എടുക്കാം, പക്ഷേ കേസ് കൊടുത്താൽ അത് ശിക്ഷാർഹമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടെ ബന്ധപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയപ്പോൾ പെൺകുട്ടി അയാൾക്കെതിരെ കേസുമായി വന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും വീഡിയോ ഒക്കെ പ്രചരിക്കുന്നു. മേ ബി രാഹുലിനെ തട്ടം ചെയ്തപ്പോൾ തിരിച്ച് രാഹുലും പറഞ്ഞിട്ടുണ്ടാവാം കാര്യങ്ങൾ. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ വേണമെന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിനല്ല, രാഹുൽ ഈശ്വരനല്ല, വേറെ ആര് തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള നാറ്റം പിടിച്ച ഗർഭ കേസുകളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ കുളിക്കടവിലെ പെണ്ണുങ്ങൾ പറയുന്ന ഗോസിപ്പുകൾക്ക് ഇതിനേക്കാളും നിലവാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ കേസ് ഇപ്പോൾ കെട്ടിച്ചമച്ചതെന്നല്ല, ഇപ്പോൾ പല പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻസ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് കൊണ്ട് ഈ ഒരു നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കവറപ്പ് ചെയ്യാൻ വേണ്ടി പലരും ശ്രമിച്ചു. പക്ഷെ അത് വർക്ക് ചെയ്തില്ല. കാരണം അത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാവുമായിരുന്നു. അത് വർക്ക് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിദാനം ചെയ്തൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഞാനൊരു പാർട്ടിക്കാരനൊന്നുമില്ല, ഞാനൊരു തികഞ്ഞ SFIക്കാരനായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. ഞാനിപ്പോൾ ഒരു പാർട്ടിയിലില്ല, പക്ഷേ ഞാൻ SFIക്കാരനായിരുന്നു. ഞാൻ എവിടെയും ധൈര്യത്തോട് പറയുന്നതാണ്. പക്ഷേ എനിക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ്, പിണറായി വിജയനെ ഇഷ്ടമാണ്. പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ല, പക്ഷേ അദ്ദേഹത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് മീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഓറയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം. അപ്പോൾ നമുക്കതുപോലെ ഞാനങ്ങനെ ഒരു ഐഡിയോളജി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു SFIക്കാരനായിരുന്നു, ഇപ്പം അല്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എനിക്കൊരു പാർട്ടിയിലൊരു മണ്ണാങ്കട്ടയില്ല. ഏതൊരുത്തൻ തെറ്റ് ചെയ്താലും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, രാഹുൽ മാങ്കൂട്ടനായാലും രാഹുൽ ഈശ്വരനായാലും ആരായാലും അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അവൻ്റെ അടിവസ്ത്രത്തിൽ പറ്റിയ സെമൻ്റെ കറ എടുക്കാനല്ല നമ്മൾ നടക്കേണ്ടത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അല്ലെങ്കിൽ അവൻ മറ്റേ ഫ്ലാറ്റിൽ എത്ര പ്രാവശ്യം പോയി, അവിടെ എത്രത്തോളം വേർപ്പൊഴിക്കുന്നല്ലോ, അതൊന്നും അല്ലല്ലോ. ഇവിടെ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവന് റേഷൻ കിട്ടുന്നുണ്ടോ,
ഇവിടെ നമ്മൾ റേപ്പ് കേസസും സ്ത്രീകൾക്കെതിരെ വരുന്ന അക്രമങ്ങളും റെലവെന്റ് അല്ലെന്നാണോ പറയുന്നത്? റെലവൻ്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ചീഞ്ഞ ഗർഭ കേസുകളെക്കാളും പാവപ്പെട്ടവൻ്റെ ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചു, ഒരു കാമുകൻ ഒരു കാമുകിയെ കൊണ്ട് റേപ്പ് ചെയ്ത് കൊന്ന കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങളെടുത്ത് ഹൈലൈറ്റ് ചെയ്യുക, അവൻ ശിക്ഷ ചെയ്ത് അവൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇവിടെ ആർക്കും ആ വാർത്ത പിന്നെ വലിയ പ്രാധാന്യമില്ല, കാരണം അവൻ സമ്മതിച്ചല്ലോ, അവൻ കുറ്റയേറ്റല്ലോ, അവൻ വലിയ പോപ്പുലറും അല്ല. അവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയോ സുരേഷ് ഗോപിയെ പോലെയോ അല്ലെങ്കിൽ നിവിൻ പോളിയെ പോലെയോ, ഈ സുരേഷ് ഗോപിക്ക് വരെ എതിരെ വരെ ലൈംഗിക ആരോപണം വന്നിട്ടില്ല. ഒരു പബ്ലിക്കായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചെന്നുണ്ട്. ഇത്രയും 10-100ഓളം ആൾക്കാർ നോക്കിയിരുന്നപ്പം കേസ് ആർക്കും കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം ചീഞ്ഞളിഞ്ഞ ഗർഭകഥകളും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല വേദസിൻ്റെ കഥകളും ഒക്കെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ TRP ഉണ്ടാക്കി. ഇപ്പം എന്നെ വെച്ചിട്ട് TRP ഈ ഒരു കേസ് വന്ന സമയത്ത് വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാനലുകാർ വീണ്ടും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, നിങ്ങൾക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, എനിക്ക് ഇത്ര രൂപ തന്നാൽ ഞാൻ വരാം. ഓക്കെ, എന്നെ ഇൻ്റർവ്യൂ ഐ വിൽ ചാർജ്. അങ്ങനെ പോയതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നെ വിറ്റവരല്ലേ, അതിൻ്റെ ഒരു പങ്ക് എനിക്കും തരൂ. ഇനിയും വിൽക്കാൻ പോവല്ലേ, അതിൻ്റെ ഒരു പങ്ക് എനിക്ക് ഇനിയും തരൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ വിൽക്കുകയല്ലേ, നമ്മളെ കണ്ടന്റ് ഇട്ടിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കിയിട്ട് അതുപോലെയാണ് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭകഥ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡോളറുകളാണ്, യൂട്യൂബിലും ഡോളറുകളാണ്. പക്ഷേ അതുപോലെ സാധാരണക്കാരുടെ കോവാലിൻ്റെയും ശങ്കരൻ്റെയും കഥ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഡോളറും കിട്ടൂല, ഒരു സാധനം കിട്ടാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായമുള്ള ഗോപാലിൻ്റെയും ശങ്കരൻ്റെയും അല്ലെങ്കിൽ വല്ല സരോജിനിയുടെയും തങ്കമണിയുടെയും വാർത്തയൊന്നും ആരും കൊടുക്കില്ല. എല്ലാവർക്കും ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ മാത്രം മതി. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി റേപ്പ് ചെയ്താലോ പോലീസ് കയറി കർണം അടിച്ച് വിളിച്ചാലോ വല്ല അനീതി കാണിച്ചാലോ ഇവിടെ ആർക്കും വേണ്ട. ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ മാത്രം എടുത്താൽ രാഹുൽ ഈശ്വർ കൊള്ളാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊള്ളാം, നമുക്ക് എടുത്ത് ഹൈപ്പ് ചെയ്യാം. തന്ത്രി കൊള്ളാം, നമുക്ക് സംഭവം തന്ത്രിയെ പബ്ലിക്കായിട്ട് വാജ്യവാഹനം കൊടുത്തു വിട്ടതാണ്. പക്ഷേ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത് അറസ്റ്റ് ചെയ്ത് പുള്ളിയെ കള്ളനെ പോലെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത്തരത്തിലുള്ള കഥകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്. ഇപ്പം ഞാനും ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ കണ്ടന്റ് ഇട്ട് കാശുണ്ടാക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇന്നേ ഒരു നെഗറ്റീവ് കണ്ടൻറ്റോ വേറൊരുത്തൻ്റെ ഗർഭക്കഥയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ കണ്ടന്റുകൾ നോക്കൂ, എല്ലാം പോസിറ്റീവ് കണ്ടന്റ്സ് ആണ്. ഇന്നിപ്പോൾ കോടതി ജാമ്യം നിഷേധിച്ചല്ലോ. കോടതി നിഷേധിച്ചു. പക്ഷേ അയക്കും ഒരു വേറൊരു കോടതിയുണ്ട്, ആ കോടതിയിൽ അയക്കും. അത് അങ്ങനെയാണ്, അതൊരു സിസ്റ്റമാണ്. കോടതി എന്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചു? ആ കോടതിക്ക് പരിധികളുണ്ട്. അപ്പോൾ അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കും. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പറയുന്നു രാഹുൽ ഈശ്വറിനോട് നമ്മൾ രാഹുൽ മാങ്കൂട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടനോട് നമ്മൾ കാണിക്കുന്നത് മിഡിൽ ഫിംഗർ സല്യൂട്ടാണ്. ഓക്കെ, ദാറ്റ്സ് മൈ ആറ്റിറ്റ്യൂഡ്. അത് ആരോടായാലും അത് തന്നെയാണ്. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അയാളെ ജഡ്ജ് ചെയ്യണം? ഞാൻ പറഞ്ഞില്ല, അയാളുടെ കേസിൽ അയാൾ തന്നെ പറയുന്ന കാര്യവും എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബേസ്റ്റ് ആയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ പൊളിറ്റിക്കൽ കരിയർ അതുകൊണ്ട് നഷ്ടപ്പെട്ടു. ഇതുപോലെ എത്രയോ മറ്റ് പാർട്ടിയിലുള്ളവർക്കെതിരെ എത്രയോ ഇതുപോലത്തെ കഥകളുണ്ടാവാം. ചിലത് പുറത്ത് വന്നിട്ടുണ്ട്, ചിലത് പുറത്ത് വരാനിരിക്കുന്നുണ്ട്. ഇനി എത്ര കഥകൾ വരാനിരിക്കാം. ചിലരെ പേടിച്ച് പുറത്ത് പറയുന്നില്ല, ചിലർ അത് സപ്രസ് ചെയ്ത് വയ്ക്കുന്നു, ചിലർ ഇനി നാളെ പുറത്ത് പറയുമായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ആൻഡ് മീ വർക്ക് ഇൻ മീഡിയ, നമ്മളിതെല്ലാം ഞാൻ ഈ ഇത്ര നെഗറ്റീവ് കണ്ടൻറ്റുകൾ ഇതുവരെ വിട്ടിട്ടില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എൻ്റെ ഫുഡ് വീഡിയോസ്, ബ്രാൻഡ് എൻഹാൻസിങ് വീഡിയോസ് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റുകൾ നിങ്ങൾ എനി കണ്ടൻറ്റ് നോക്കിയാലും ഒരു നെഗറ്റീവ് കണ്ടൻറ്റ്. ഇപ്പോൾ എനിക്കെതിരെ വീഡിയോ ചെയ്ത ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ചാനൽസുണ്ട്, അവർക്കെതിരെ പോലും വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഞാൻ ആ ടൈം വേറെ പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ യൂസ് ചെയ്യും. കാരണം അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഡോളറുകളിൽ പുറത്ത് പോകാതെ ആ സമയം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ എത്രയോ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പോസിറ്റീവ്. നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടുള്ള മണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളോട് ഉണ്ടാവും എന്നുള്ളതാണ്. നെഗറ്റീവ് എന്നുള്ള സാധനങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ നമുക്ക് അർഹമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്താൽ എങ്ങനെയായാലും നമ്മുടെ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ അർഹതയുള്ളതിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളതിൻ്റെ പുറകെ പോകുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തി ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്ന സമയത്ത് റേപ്പ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു. അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസ് വന്ന സമയത്ത് ഗൂഢാലോചനയിൽ കുറ്റാരോപിതനായ ആളുടെ ഒപ്പം നിൽക്കുന്നു. ശബരിമലയിലെ പ്രശ്നം വന്ന സമയത്ത് അവിടെയും കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം നിൽക്കുന്നു. അപ്പോൾ കുറ്റാരോപിതരല്ല, ശബരിമലയിലെ കേസ് വന്നപ്പോഴും നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തിക്കൽ അൺഎത്തിക്കൽ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അൺഎത്തിക്കലായിട്ടുള്ള ആ ഒരു ഭാഗത്തിനൊപ്പം മിഷൻ മെൻസ് കമ്മീഷൻ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് അൺഎത്തിക്കൽ എന്ന് പറയാൻ പറ്റും? ഈ പറയുന്ന ആദ്യത്തെ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോടതി വിധിയുണ്ട്.
ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തത്. ഇപ്പോൾ തേർഡ് കേസിൽ പുള്ളി പോലും അറിയാതെ പുള്ളിക്ക് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയൊരു കേസാണ്. അപ്പോൾ അതിന് കോടതി ജാമ്യം നിഷേധിച്ചു. ഇനി വേണമെങ്കിൽ പുള്ളിക്ക് മേൽക്കോടതി കാണാം. അതിൻ്റെ മെറിറ്റ് എന്തിനുണ്ട്? ഇതിനൊരു ഫൈനൽ വേർഡിക്റ്റ് ഉണ്ട്. അത് വരുന്നവരെ ഈ സ്റ്റിൽ ആൻ അക്യൂസ്ഡ് എന്നുള്ളതാണ്. ഒരു അക്യൂസ്ഡിനെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്താ പറയുക സ്മിയർ ക്യാമ്പയിൻ നടത്താനോ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നാളെ ഈ സ്മിയർ ക്യാമ്പയിൻ നടത്തുന്ന ഒരാളുടെ വീട്ടിലിരിക്കുന്ന തൊട്ട് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോഴേ അവർക്ക് ഒരു സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ. പോപ്പുലർ ആയ ആളാണെങ്കിൽ വളരെയധികം വിഷമിക്കേണ്ടി വരും. അല്ലാതെ ഒരു സാധാരണ ഞാൻ പറഞ്ഞില്ലേ വല്ല മറ്റേ ഗോപാലനോ തങ്കപ്പനോ രായപ്പനോ ആണെങ്കിൽ മേ ബി അവർ മോശക്കാരെന്നല്ല പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു സാധാരണ ലോ പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ ആൾക്കാർക്കൊരു വിഷയമല്ല. അവരിനെ ചുറ്റി വരുന്ന ഒരു 4-5 പേരെ അറിയുള്ളൂ. പക്ഷേ ഇഫ് ഹീസ് സംബഡി ബിഗ് അല്ലെങ്കിൽ സംബഡി ഫെയിംഡ് ഇൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വെൽ നോൺ പേഴ്സൺ, ഈ മേ ബി ടാർഗറ്റഡ് അല്ലെങ്കിൽ ടാർണിഷ്ഡ്. അപ്പോൾ അത് ഈ പറഞ്ഞല്ലോ അയാൾക്കെതിരെ സ്മിയർ ക്യാമ്പയിനിങ്ങിൻ്റെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണിത്. ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരെ അദ്ദേഹത്തിനെതിരെയും വന്നിട്ടുണ്ട്. അത് നമ്മളോട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു കുറച്ച് ആൾ കഴിഞ്ഞപ്പം. അതുവരെ മുകേഷ് MLA-ക്ക് ട്രോൾ ചെയ്തവരും ഒക്കെ എന്ത് ചെയ്യും? ബാലേന്ദ്രൻ മേനോൻ ആ വിക്ടിമിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അവരുടെ മുന്നിൽ നിന്ന് സ്വയംഭോഗം ചെയ്തെന്ന് പറഞ്ഞാൽ അവരൊരു കേസ് കൊടുത്തു. എന്നിട്ട് എന്തായി? പോലീസ് ബാലേന്ദ്രൻ മേനോന് ക്ലീൻ ചിറ്റ് കൊടുത്തു. അവർക്കെതിരെ പോക്സോ കേസിൽ അവർ അറസ്റ്റിലാവുകയും ചെയ്തു ആ സ്ത്രീ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ ബാലേന്ദ്രൻ മേനോൻ ഇത്തരം ജയസൂര്യക്കെതിരെ വന്നു. അപ്പോൾ അലിഗേഷൻ വന്ന സമയത്ത് എല്ലാവരും അവർ ജഡ്ജ് ചെയ്യണം. പക്ഷേ കോടതി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് സത്യം കണ്ടെത്തി അവർ നിരപരാധി എന്ന് പറയുന്നു. അപ്പം ഈ ജഡ്ജ് ചെയ്തവരൊക്കെ എന്തായി? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് നമ്മളാരും ജഡ്ജ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അതിനിവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. അവരതിന് ശിക്ഷ മേടിച്ചു കൊടുത്തോളും. അല്ലെങ്കിൽ അതിന് അവർക്ക് അതിൻ്റേതായ സിസ്റ്റമുണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ കാര്യങ്ങൾ പൊയ്ക്കോളും. അല്ല ആരെയും ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. ഇപ്പം നമ്മളിപ്പം ഞാൻ ഒരിക്കലും അതിജീവിതയോടും എതിരല്ല, ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ അതിജീവിത എന്ന് പറഞ്ഞ പദത്തിനൊരു പവിത്രതയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സേക്രസി ഓഫ് എ വിക്ടിം അല്ലെങ്കിൽ നമ്മളൊരു വിറ്റ്നസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേരാണ് അതിജീവിത. അതും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നിവിൻ പോളിയെ കള്ളക്കേസിൽ കൊടുക്കാൻ കുട്ടിയുടെ പരാതി പോലീസ് FIR ഇട്ടത് അതിജീവിത എന്നാണ്. എങ്ങനെ കുട്ടി അതിജീവിത എന്ന് വിളിക്കാൻ പറ്റും? ഈസ് പ്രൂവൺ ഹീസ് നോട്ട് ഗിൽറ്റി. അപ്പം അത്തരത്തിലുള്ളതിനോടാണ് നമ്മളെതിര്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അരി മേടിക്കേണ്ട കാര്യമില്ല. ഞാൻ അല്ലാതെ തന്നെ എൻ്റെ പ്രൊഫൈൽ അറിയാമെന്നുള്ളവർക്കറിയാം ഞാൻ എത്തരത്തിലുള്ളൊരു പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരാളാണെന്നും ഞാൻ ഏൺ ചെയ്ത് എന്താണെന്നും എൻ്റെ പ്രൊഫൈൽ. അപ്പം നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇതിന് പിറകെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നാളെ മറ്റൊരാൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുമെന്നുള്ളത് വെച്ചിട്ടാണ്. നമ്മൾ ഓവർകം ചെയ്തു, നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ കേസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലിയർ. പോലീസ് എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്തിട്ട് ഇറ്റ്സ് 99.9% ക്ലിയർ. ഇത് ഡിസ്ചാർജ് മാത്രമേ ഉള്ളൂ. പക്ഷേ നാളെ വേറൊരാൾക്ക് എന്നെപ്പോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവൻ എവിടെ പോകും? അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മൾ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അതാണ് മിഷൻ മെൻസ് കമ്മീഷൻ. അല്ലാതെ പെണ്ണുങ്ങൾക്കെതിരെ. എനിക്കുള്ളതൊരു മോളാണ്. എൻ്റെ വീട്ടിലുള്ള പെൺകുട്ടിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ ഫാമിലിയാണ്. എൻ്റെ വൈഫ്, എൻ്റെ മോള്, എൻ്റെ അമ്മ. എൻ്റെ വീട്ടിൽ 3 പെണ്ണുങ്ങളാണുള്ളത്. അപ്പം എൻ്റെ വീട്ടിൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ്. മോള് 10th കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുന്നു. അപ്പോൾ 3 പെൺകുട്ടികളുള്ള വീടാണ്. പെൺകുട്ടികളെന്ന് തന്നെ പറയണം. ഞാൻ അമ്മയാണ് ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും നാട്ടിൽ കൂടുതലും പോകുന്നത് അമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വൈഫുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് ഇറ്റ്സ് ബീൻ പ്രൈവറ്റാണ്. ഞാൻ അവർക്കും സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ല. താല്പര്യമുള്ളപ്പോൾ വന്നോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് ഇപ്പോൾ നമ്മളും അവരൊക്കെ സ്ത്രീകളല്ലേ. അപ്പോൾ അവർക്കെതിരെയാണോ ഞാൻ? രാഹുൽ ഈശ്വറിൻ്റെ കാര്യം എടുക്കുക. രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ 2 സ്ത്രീകളുണ്ട്. രാഹുലിൻ്റെ അമ്മ മല്ലികാമ്മ, രാഹുലിൻ്റെ വൈഫ് ദീപ, പിന്നെ 2 ആൺകുട്ടി. രാഹുലിന് 2 ആൺമക്കളാണ്. അവന് കൂടുതൽ കൺസേൺ ആണ് ആണുങ്ങൾ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ ഇപ്പോഴത്തെ നിയമങ്ങളെല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ നാളെ ശ്രീനിധിയോട് ഞാൻ എന്താ പറയുക സെക്ഷൽ കളേർഡോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ താങ്കളൊരു പരാതി കൊടുത്താൽ പോലീസ് FIR ഇടും. ഞാൻ സംസാരിക്കണമെന്നില്ല. പിന്നെ ഈ അപ്പോഴത്തേക്ക് വാർത്ത വന്നു കഴിഞ്ഞു. മുകേഷ് നായർ ഇൻ്റർവ്യൂ ചെയ്ത പെൺകുട്ടിയോട് അവമര്യാദയായി പെരുമാറി. അപ്പോഴത്തേക്ക് മുകേഷ് ക്ലിപ്പുണ്ട്. പക്ഷെ അതെപ്പോൾ തെളിയിക്കും? കേസെടുത്ത് FIR ഇട്ട് വാർത്ത വന്ന് മുകേഷ് നായർ സോഷ്യൽ മീഡിയയിലൊക്കെ നാറിയതിന് ശേഷം പിന്നെ പോലീസ് ഒന്ന് ഇതൊക്കെ നോക്കിയിട്ട് ഇതിലങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് വരും, മുകേഷ് നായർ നിരപരാധി എന്ന് പോലീസ് കണ്ടെത്തി. പക്ഷേ അതിന് വലിയ ഇമ്പോർട്ടൻസോടെ വാർത്ത വരില്ല. അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിക്ടിമിൻ്റെ പേര് അതിജീവിത എന്നാവുന്ന പോലെ ഈ കുറ്റാരോപിതനും അവനും ഒരു അതിജീവിതനാണ്. അവൻ ഗിൽട്ടാണെന്ന് തെളിയിക്കുന്നവരെ അവൻ ഗിൽട്ടാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. മനസ്സിലായില്ലേ? അല്ലാതെ നിരപരാധിയായ ഒരാളെ ശിക്ഷിച്ചിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇന്ന് ഒരാളെ ഏറ്റവും എളുപ്പം വെരി ഈസിയസ്റ്റ് വേ ഒരു പെണ്ണ് കേസിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അത് പോക്സോ ആണെങ്കിൽ സൂപ്പറാണ്.
കിടിലമാണ്, നല്ല മൈലേജാണ്. മനസ്സിലായില്ല? അതാണ് ഞാൻ മിസ്യൂസ് ഓഫ് ആക്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും ദോഷവും എന്ന് പറയുന്നത്. ആ ഒരു ആക്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ലീഗൽ സിസ്റ്റത്തിൽ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ആക്റ്റാണ്. വളരെ എളുപ്പമാണ്, വെരി ഈസി. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാമറാമാൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത്, പുള്ളി ഇവിടെ ഇരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ റെക്കോർഡുണ്ട്, CCTV ഉണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു പെൺകുട്ടി കേസ് കൊണ്ടുകൊടുത്ത് പോലീസ് FIR ഇടും, പുള്ളിക്കെതിരെ കേസെടുക്കും, വാർത്ത വരും, അതിനുശേഷമേ ഈ പറഞ്ഞ പ്രൂഫുള്ളൂ. ആ ഒരു സിസ്റ്റത്തിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റം മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ നമ്പർ 1 അത് തന്നെയാണ്. ആ ഒരു അമെൻമെൻറ്റാണ്. ലൈക്ക് നമ്മളൊരു ആളെ പ്രതി ചേർക്കപ്പെടുമ്പോൾ, അയാൾ അക്യൂസ്ഡ് ആയപ്പെടുമ്പോൾ അയാൾക്കും ഒരു പ്രൈവസി കൊടുക്കണം അൺടിൽ ഹീസ് പ്രൂവൻ ഗിൽട്ടി. അയാൾ ഗിൽട്ടായെന്ന് അറിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്തു? അയാളെ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടും, അല്ലെങ്കിൽ റിഗ്രസ് ഇംപ്രസൺമെൻറ്റ് കൊടുക്കുക, എന്തൊക്കെ നിയമ സാധ്യതകളുണ്ടോ അതെല്ലാം കൊടുക്കുക. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് മുമ്പേ അയാളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. അതാണ് നമ്മളുടെ പബ്ലിക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എല്ലാവരും ജഡ്ജ് ചെയ്യപ്പെടണം. ഒരുപാട് പെൺകുട്ടികൾക്കെതിരെ ഇതുപോലെ ആക്ടുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു കേസ് നമ്മളടുത്ത് വന്നതാണ്. ഞാൻ അതിന് വേണ്ടി അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തെടുത്തു. 2 വീട്ടുകാർ തമ്മിലുള്ള അതിർത്തി തർക്കമാണ്, കുട്ടിയുടെ പേരൊന്നും പറയാൻ പറ്റില്ല. അപ്പം ആ വീട്ടിലെ നല്ല കാശുള്ള വീട്ടിലെ ഒരു കുട്ടി, കൊച്ചുകുട്ടി, അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ അടുത്താണ് ട്യൂഷൻ പഠിക്കുന്നത്. ആ പഠിക്കുന്ന പയ്യൻ 9 വയസ്സുള്ള പയ്യൻ, പെൺകുട്ടിക്ക് 21 വയസ്സ്. അവൾ ട്യൂഷനൊക്കെ പഠിപ്പിച്ചോളൂ. അപ്പോൾ ഈ വീട്ടുകാർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. പിന്നെ എന്തോ ഒരു മതിൽ കെട്ടലിൻ്റെ കാര്യത്തിൽ അവർ തെറ്റി സമയത്ത് ഈ വീട്ടുകാർ കൊണ്ട് പരാതി കൊടുത്തു, ഈ പയ്യനെ ഈ കുട്ടി ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന്. ട്യൂഷൻ പഠിപ്പിക്കുന്നത് ഒരു ഡ്രോയിങ് റൂമിൽ വെച്ചിട്ടാണ്. ലൈക്ക് അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ബട്ട് കേസെടുത്തു. ആ കുട്ടി നാട്ടിലും നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിലൊക്കെ പത്രത്തിൽ വാർത്ത വന്നു. ചെറിയ കുളമാണെങ്കിൽ ഒരു വാർത്ത വന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം കോടതി അത് കണ്ടുപിടിച്ചു. എവിടെ വെച്ചാൽ ട്യൂഷൻ എടുക്കുന്നത്? ട്യൂഷൻ ഡ്രോയിങ് റൂമിൽ വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടിയെടുത്ത് സെക്ഷലി കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ കയറി പിടിച്ചു എന്നാണ് പരാതി കൊടുക്കുന്നത്. എങ്ങനെയാണ് പിടിക്കുന്നത്? ഒരു ഡ്രോയിങ് റൂമിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതാണ് കുട്ടിയെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ സ്ത്രീകൾക്കെതിരെ വരുന്നുണ്ട്. വൈ ഷുഡ് മിഷൻ മെൻസ് കമ്മീഷൻ സപ്പോർട്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ട്രിവാൻഡ്രത്തുള്ളൊരു അഡ്വക്കേറ്റിനെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ആണുങ്ങൾക്ക് മാത്രമല്ല, അവർ ആ സ്ത്രീ എന്നെ ബന്ധപ്പെട്ടു, അവരുടെ അമ്മയാണ് ബന്ധപ്പെട്ടത്, മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പൈസയൊന്നുമില്ല, ഏത് വക്കീലിനെ വെക്കണം, ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരാമോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളത് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ കുട്ടിക്ക് ബെയിലും കിട്ടി കാര്യങ്ങൾ. പക്ഷേ പെൺകുട്ടികൾക്കെതിരെയും ഇതുപോലത്തെ പോക്സോ മിസ്യൂസുകൾ നടക്കുന്നുണ്ട്. ആണുങ്ങൾ മാത്രമല്ല ഇതിനകത്ത്, ഒരുപാട് സ്ത്രീകളും ഇതിനകത്ത് ആവശ്യമില്ലാതെ വലിച്ചഴിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പല ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര എളുപ്പമല്ലേ ഈ കാര്യങ്ങളൊക്കെ. മീൻസ് ഇങ്ങനെ കൊച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ പരാതി കൊടുത്താലും അത് പോലീസ് FIR ഇടും. വളരെ രസകരം. പിന്നെ ചാനലിനും പത്രത്തിനും വളരെ നല്ല കണ്ടൻറ്റുമാണ്. ആ വീഡിയോക്കൊക്കെ ഒരു 5-10 മില്യൺ വ്യൂസൊക്കെ കിട്ടും. ഞാനൊരു 2-3 ക്ലാസിക് എക്സാമ്പിൾ കൂടെ പറയാം. നമ്മുടെ മലപ്പുറത്തുള്ള ഒരു അങ്കിള് ഒരു സ്കൂളിൽ പിയൂണായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ വെച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചിരിക്കുന്ന ഒരു കമിതാക്കളെ കാണുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. അദ്ദേഹം അത് കണ്ടതിൻ്റെ പേരിൽ അദ്ദേഹം പുറത്ത് പറയാതിരിക്കാനായിട്ട് അവളുടെ കാമുകൻ അയാളെക്കുറിച്ചിട്ട് പരാതി കൊടുക്കുന്നു സ്കൂളിൽ. അയാൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ 9 വർഷം ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹത്തിന് എതിരെ പറഞ്ഞ പെൺകുട്ടി തന്നെ വന്ന് കോടതിയിൽ മൊഴി കൊടുക്കുന്നു, അങ്ങനെ നടന്നിട്ടില്ല, ഈ പയ്യൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം കിടന്ന ഈ 9 വർഷവും ഈ ഇദ്ദേഹത്തെ ശിക്ഷിച്ച ആ ഒരു നഷ്ടം ആർക്കാണ്? അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കുമാണ്. പിന്നെ ഒരു അധ്യാപകൻ ഇൻറ്റേർണൽ മാർക്സ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ പോക്സോ കൊടുത്തു. ആ പെൺകുട്ടി തന്നെ പള്ളിയിൽ വന്ന് സത്യം തുറന്നു പറഞ്ഞു. ഇങ്ങനെ എത്ര കേസുകൾ നടക്കുന്നു. അതിൽ ചിലത് മാത്രം ചില ചാനൽസ് വലിയ പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഒരുപാട് സോഷ്യൽ മീഡിയാസും വലിച്ചുവാരി കൊടുത്ത മറ്റേ റിയാക്ഷൻ വീഡിയോ എന്ന് സ്വന്തമായിട്ട് കണ്ടിട്ടില്ലാത്തവന്മാരാണ് കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. ഓരോരുത്തന്മാരെയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ അതൊക്കെ അവരുടെ വയറ്റിപ്പഴപ്പാണ്. എന്നെ വെച്ച് എന്നെ റേഷനറി മേടിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം. സന്തോഷമാണ്, അവർ എന്നെക്കൊണ്ട് അത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ മിഷൻ മെൻസ് കമ്മീഷനിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ സർക്കാർ ഈ പുരുഷന്മാരുടെ റൈറ്റ്സിന് അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പുല്ല് വിലയാണ് കൊടുക്കുന്നത്. പുരുഷന്മാർക്ക്
അങ്ങനെയല്ല പറയാറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീപക്ഷം നിന്നാൽ മാത്രമേ അവർക്കൊരു മൈലേജ് ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് അവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം എപ്പോഴും ഈ എൽദോസ് നമ്മുടെ MLA അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് നമ്മളൊരു സാധനം പ്രിൻ്റ് ചെയ്ത് നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട്, ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കാനായിട്ട് രാഹുൽ ഈശ്വറിൻ്റെ ഒക്കെ ഒരു എഫേർട്ടിൻ്റെ പ്രകാരം മിഷൻ മെൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളാണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു തലമുത്ത നേതാവ് അതിനെതിരെ നിന്നു. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ത്രീ പക്ഷത്തിന് എതിരായി പോകും, അത് നമ്മളെ രാഷ്ട്രീയത്തെ ബാധിക്കും. അതുതന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ചെയ്യുന്നത്. എല്ലാവർക്കും സ്ത്രീകളുടെ വോട്ട് വേണം. ഇപ്പോൾ നമ്മളത് മിഷൻ മെൻസ് കമ്മീഷൻ ബില്ല് കേരള നിയമസഭ പാസ്സാക്കി എന്ന് പറയുമ്പോൾ നിയമസഭ പുരുഷന്മാരോടൊപ്പം എന്നുള്ള ചിന്ത വരും. അപ്പോൾ കുറേ സ്ത്രീകൾ അവർക്കെതിരാവും എന്നുള്ള പൊളിറ്റിക്കൽ അജൻഡാസ് ഉണ്ട്. എൻ്റെ അജണ്ട പൊളിറ്റിക്സ് അല്ല. ഇപ്പം ഞാൻ മദ്യപിക്കുന്ന ആളാണ്, ഞാൻ തുറന്നു പറയാൻ അതിനുറപ്പുള്ള ആളാണ്. അപ്പം എനിക്കതിനൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഞാൻ തുറന്നു പറയാം, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മദ്യപിക്കാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്. ഞാൻ ശബരിമല വ്രതമെടുക്കുന്ന 41 ദിവസവും കറ തീർന്ന അയ്യപ്പനായിട്ട് ഞാൻ ഒരു തുള്ളി പോലും മദ്യപിക്കാതെ, ഒരു നോൺ വെജും കഴിക്കാതെ, വേറെ ഒരു നോ അടി നോ കുടി അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം രീതിയിലാണ്. അപ്പം നമ്മൾ അങ്ങനെ നടക്കാനും നമുക്കറിയാം അത് എന്താണെന്ന്, നമ്മൾ അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മൾ ഇത് ഒരേ സമയം നമ്മൾ സമ്മതിക്കുന്നത് മദ്യപിക്കുന്ന ആളാണ്, അതിന് അമ്പലത്തിൽ പോകുന്ന ആളാണ്, പള്ളിയിൽ പോകുന്ന ആളാണ്. ഇപ്പം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നല്ലോ. ഉണ്ട്. അതിപ്പോൾ എന്താണ് കുഴപ്പം? ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിൽ കൺസെൻഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യം ഒരു ക്രൈമല്ല. പക്ഷേ മറ്റുള്ളവരെ ഇപ്പം ഒരു അലിഗേഷൻ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത് ഒരു വലിയ ക്രൈമല്ലേ? എത്ര പേര് ഇതുപോലുള്ള വ്യാജ കേസുകൾ കൊണ്ടുവന്നിട്ട് അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഉണ്ട്. ഒരു 1000 കേസ് എടുത്താൽ അതിൽ 1-2 പേര് മാത്രം മെനക്കെട്ട് ശിക്ഷ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ പോക്സോ കേസിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? എന്ത് ശിക്ഷയാണോ അക്യൂസിന് കിട്ടേണ്ടിയിരുന്നത് ആ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അതേ ശിക്ഷ തന്നെ ഒരു അണിവിട തെറ്റാതെ, ഡിഫമേഷൻ എമൗണ്ട് സെപ്പറേറ്റ് ആണ്, അണിവിട തെറ്റാതെ ഈ വ്യാജ കേസ് കൊടുത്തവർക്ക് കിട്ടും. അതിനുവേണ്ടി പക്ഷെ നമ്മൾ നിരപരാധിയും തെളിഞ്ഞ ശേഷം നമ്മൾ പുറകെ നടക്കണം, കുറച്ച് മെനക്കെടണം. ഡിഫമേഷനും ഫയൽ ചെയ്യാൻ പറ്റും നമുക്കുണ്ടായ മാനനഷ്ടം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം അതെല്ലാം അത് എത്ര പേര് പുറകെ പോകും, ഞാൻ രക്ഷപ്പെട്ടു മതി, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ പലരും വീട്ടിൽ മതി എന്നുള്ള പക്ഷേ അങ്ങനെ ആരും ഇരിക്കരുത്. ഇത്തരം വ്യാജമായ കേസുകൾ, വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തത് നമ്മൾ തെളിയിക്കപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ ഫൈറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നും മിഷൻ മെൻസ് കമ്മീഷൻ സ്ത്രീകൾക്കെതിരോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കെതിരോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വമായി ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ അനുകൂലിക്കാനുമല്ല, വ്യാജമായിട്ട് നിവൃത്തികേട് കൊണ്ട് പരാതികളിൽ അല്ലെങ്കിൽ കേസുകളിൽ അകപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ഒരുത്തനുമില്ല, ഒരു സർക്കാരും ഇല്ല, ഒരു പ്രതിപക്ഷവും ഇല്ല, പിന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പക്ഷവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടന് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാലേ ഇപ്പം LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. ഇതിൽ കുറച്ചെങ്കിലും പുരുഷന്മാർക്ക് ഫേവറബിളായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഏതാണെന്നാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് എന്തായാലും LDF UDF ഇല്ല, അത് ഉറപ്പാണ്. BJPയുടെ ഒരു അതിൻ്റെ അകത്തുള്ളൊരു നയം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കൃത്യമായ എനിക്കൊരു പൊളിറ്റിക്കൽ അജണ്ട ഇല്ല ടിൽ നൗ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ പൊളിറ്റിക്കൽ അജണ്ട ഇല്ലാത്ത ഒരാളാണ് ഞാൻ. SFI പ്രവർത്തകനായിരുന്നു, അത് ഇപ്പോഴും എക്സ്ക്ലമേഷൻ തന്നെ പറയണം, ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മാർവേൻസിലാണ് പഠിച്ചത്. അവിടെ സ്പന്ദനം എന്ന് പറഞ്ഞ SFIയുടെ മാഗസിൻ എഡിറ്ററായിരുന്നു ഞാൻ. ആ മാഗസിൻ്റെ ഞാനാണ് അത് കുറച്ചാൾ നിർത്തിവെച്ചത് മാഗസിൻ കൊണ്ടുവന്നതും വീണ്ടും. അത്തരം ഞാൻ സജീവമായ ഒരു SFI പ്രവർത്തകനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനൊരു പ്രവർത്തകരല്ല, പാർട്ടി വിശ്വാസിയല്ല. പക്ഷേ നല്ല കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും ഹാറ്റ്സ് ഓഫ് ആണ്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതേ സമയം തന്നെ ഈ ശബരിമലയിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹൃദയം കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചു. ഇപ്പോൾ സ്ത്രീ പ്രവേശനം, സ്ത്രീകൾക്ക് എന്താ ശബരിമലയിൽ പ്രവേശിച്ചൂടെ എന്ന് 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിനുശേഷം ഉണ്ടായത് അത് കണക്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഉണ്ടായത് മഹാപ്രളയമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ രണ്ടും കൂടെ കണക്റ്റഡ് ആണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഉണ്ടായ സംഭവങ്ങൾ അങ്ങനെയാണ്. ഈ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി മുതൽ സ്വർണത്തിൻ്റെ മറ്റേ അരഞ്ഞാണം വരെ അടിച്ചുകൊണ്ടുപോയവന്മാരെല്ലാം ഇപ്പം അകത്തല്ലേ? ആണോ?
അവസാനം ഈ വിഗ്രഹത്തിന് ഒരു കറുപ്പുണ്ട് നെയ്യഭിഷേകം ചെയ്ത് അതിനെ മാറ്റിപ്പടിക്കണം എന്നുള്ള നിർദ്ദേശം വരുന്ന സെറ്റപ്പ് ആയപ്പോഴാണ് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തതെന്നാണ് ഇവിടുത്തെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം 40 ദിവസം വെറുതെ എടുത്ത് മകരവിളക്ക് തീർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷമാണ് ഇതൊക്കെ ഇതൊന്നും യാഥാസ്ഥിതികമായി സംഭവിക്കണമെന്നില്ല. പക്ഷേ ആസ് എ ബിലീവർ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. അത്രയും കൊല്ലമില്ലാത്ത പ്രളയമാണ്, വലിയ പ്രളയമാണ് 2018 2018 അത്രയും ഹ്യൂജ് ഡിസാസ്റ്ററാണ്. അതിനുശേഷം ഇപ്പോൾ സ്ത്രീകളിൽ അവിടെ കയറിയില്ലെങ്കിൽ പ്രളയം ഉണ്ടാവില്ലെന്ന് വെച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. പക്ഷേ കണക്ട് ചെയ്ത് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഞാനൊരു ബിലീവറാണ് എപ്പോഴും. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വളരെ അധികം ഞാൻ വളരെ പ്രളയം വന്നത് ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലേ ചേട്ടാ? അപ്പോൾ സ്ത്രീകൾ കയറിയത് അല്ലെ, സ്ത്രീകൾ കയറിയത് നാച്ചുറൽ കലാമിറ്റിയും കൂടെ എങ്ങനെയാ ചേട്ടാ നമുക്ക് കോർത്തെടുക്കാൻ പറ്റുക? അത് രണ്ട് കാര്യമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ്. ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, മനസ്സിലല്ലേ? എൻ്റെ വിശ്വാസം ഞാൻ കോറിലേറ്റ് ചെയ്യുന്ന ഞാൻ ഉണ്ടാക്കുന്ന ബിലീഫാണ്. എൻ്റെ മിത്ത്, എൻ്റെ ബിലീഫ്, അത് എൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. അല്ല, റിലീജിയൻ നമ്മൾ വേറെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഞാനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ അതേ സമയം തന്നെ ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ വെട്ടുകാട് പോകുന്ന ആളാണ്, ഭീമാപ്പള്ളിയിൽ പോകുന്ന എൻ്റെ എല്ലാ വണ്ടികളിലും ഭീമാപ്പള്ളിയിലെ പച്ച താവീസ് കെട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും എനിക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും, പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു വിഷ്ണുമായ ഭക്തനാണ്. ചില ആൾക്കാർ അതിനെ കുട്ടിച്ചാത്തണം എന്നൊക്കെ പറയും, എനിക്കറിഞ്ഞൂടാ അങ്ങനെ വിളിക്കാമെന്ന്. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. പക്ഷേ നമ്മൾ പ്രവൃത്തിയിൽ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്ന ഇപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എന്തുകൊണ്ട് ഇത്രയും നാൾ മൂടി വയ്ക്കപ്പെട്ട ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള കേസുകൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ്. അതും ഇതുപോലെ മൂടി പോകേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പോൾ ലാസ്റ്റ് മകരവിളക്കിന് പോയ ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയാം. വളരെ കൃത്യമായ രീതിയിൽ ശബരിമല ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ പെർഫെക്റ്റാണ്. സത്യം പറഞ്ഞാൽ ആ മകരവിളക്കിലെ ക്രൗഡ് പോലും ഹൂവർ ഇറ്റ് ഈസ്, ഇപ്പോൾ ADGP ശ്രീജിത്തിൻ്റെ കഴിവാണോ അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് ജയകുമാറിൻ്റെ കഴിവാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പഴയ ആൾക്കാർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് മകരവിളക്കിന് പോകുന്ന ഒരാളാണ്. ഈ മകരവിളക്കിൽ എനിക്ക് കാണാൻ പറ്റിയത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ശബരിമല പോലെ ഒരു ഫ്ലോസ് കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അകത്ത് ഒരൊറ്റ ഫ്ലോസ്. ഞാൻ അയ്യപ്പൻ്റെ നടയിലേക്ക് കയറുന്നതിന് മുമ്പേ എൻ്റെ ഏറ്റവും അടുത്ത ഫാമിലി റിലേറ്റീവ് അമ്പലക്കര ബൈജു, അദ്ദേഹമാണ് അവിടെ ഫ്രണ്ടിൽ പമ്പയിലൊരു വലിയ അയ്യപ്പനെ ഡൊണേറ്റ് ചെയ്തത്. അതിൻ്റെ ഇനോഗ്രേഷന് ഞാനും ഗസ്റ്റായിട്ട് പോയിട്ടുള്ളതാണ്. നമ്മുടെ ഫാമിലി വളരെ അടുത്ത ആൾക്കാരാണ്. അപ്പം അത് പൊടി പിടിച്ചിരിക്കുന്നത് നമുക്ക് വിഷമം തോന്നി. നമ്മൾ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. നമുക്ക് എന്താണ് അതിൻ്റെ ആവശ്യം? നമ്മൾ ശബരിമലയിൽ പോകുന്നു, നമ്മൾ തൊഴുതു, നമുക്ക് വരാമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലും ചെയ്തിട്ട് പോകും. അപ്പോൾ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു നന്നായി കിടക്കേണ്ട ഒരു സാധനം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് വളരെ മോശമായിട്ട് കിടക്കുന്നത് അത് വൃത്തിയാക്കിയെന്ന് വിശ്വസിക്കാം. രണ്ടും നമുക്ക് എങ്ങനെ വേണം എടുക്കാം, മോശമായിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പം അത്തരം ഇതിലാണ് നമ്മൾ മുകളിലോട്ട് ചെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കോർഡിനേഷനുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം മകരവിളക്കിൻ്റെ തലേ ദിവസമാണ് പോകുന്നത്. മിക്കവാറും പ്രാവശ്യങ്ങളിൽ അവിടെ എല്ലാം മൊത്തം അവതാളത്തിലാണ്, കാരണം പല വഴികളും. പക്ഷേ ഇപ്രാവശ്യം മകരവിളക്ക് കൃത്യമായി ഫോട്ടോ വെച്ച്, ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച പാസ്സാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പാസിൻ്റെ മിസ്യൂസ് ഉണ്ടായിരുന്നു. ഈ പാസ് ലക്ഷങ്ങൾക്ക് വരെ അവിടുത്തെ എംപ്ലോയീസ് വിറ്റതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഒരു പാസ് മേടിച്ച് ആന്ധ്രക്കാരും തമിഴ്നാടുകാരൊക്കെ ഈ പാസിന് ലക്ഷങ്ങൾ വരെ ചിലവാകും. കാരണം അയ്യപ്പൻ്റെ മകരവിളക്കും അയ്യപ്പൻ തിരുവാഭരണം ചാർത്തി സന്നിധാനത്തിൽ ഇരിക്കുന്ന കാണാൻ കൊടുക്കുന്നൊരു പാസ്സുണ്ട്. അത് ഡിവോട്ടീസിനും നമ്മുടെ ദേവസ്വം മെമ്പേഴ്സിനൊക്കെ കൊടുക്കുന്നത്. ആ പാസ് പോലും കച്ചവടം ചെയ്തവന്മാരുണ്ട്. അപ്പോൾ അതിന് പോലും കൃത്യമായ ഫോട്ടോ കൊടുത്ത് അതിൻ്റെ ആളും തരം അയാൾ ID പ്രൂഫൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ കൃത്യമായ രീതിയിലാണ്. അതുപോലെ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ്, അതുപോലെ ദേവസ്വം എംപ്ലോയീസിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഇപ്രാവശ്യം എന്തോ നമ്മൾ ഇത്രയും കാലം മോശമായിരുന്നെങ്കിലും ഇപ്രാവശ്യം എന്തോ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് പറയുന്നു, ഒരു എക്സലൻറ്റ് എന്താ പറയുക ഒരു കോർഡിനേഷനായിരുന്നു. ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടില്ല. അത്രയും തിരക്കുണ്ടായിരുന്നു ശബരിമലയിൽ. പക്ഷേ അത്രയും തിരക്കുകളൊന്നും അനുഭവപ്പെടാത്ത രീതിയിൽ എനിക്ക് മേ ബി ആദ്യമായിട്ട് വരുന്ന ആളാണെന്ന് എനിക്കറിയില്ല ജയകുമാർ. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിൻ്റെ അപ്പം ഇത് മോശമാണെന്ന് ഉള്ളതും നമ്മൾ അതിൻ്റെ നെഗറ്റീവ്സും കാണണം. അത് നന്നായിരിക്കും, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണം. ഇപ്പോൾ ഇവരൊക്കെ പഴയ ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പലതും ഡ്യൂപ്ലിക്കേറ്റാണ്. മറ്റേ ഫുൾ തങ്കത്തിലുണ്ടായിരുന്ന സാധനം മാറി ഇപ്പോൾ പിച്ചളയും ശകലം കോട്ടിങ് മാത്രമുള്ള സാധനമാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം പോയി. ഒന്നാമത് അതൊരു ആൻറ്റിക് വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ സ്വർണത്തിൻ്റെ കോസ്റ്റ് എന്നുള്ളത് മാറ്റി നിർത്താം നമുക്ക്. ശബരിമലയിൽ ഇരുന്ന സാധനം, ശബരിമല അയ്യപ്പൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന ദ്വാരപാലകർ അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങൾക്ക് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പം
ശബരിമല എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു വർഷം കോടാനുകോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശർക്കരയുടെ ടെൻഡർ, ഒന്ന് കൊപ്രയുടെ ടെൻഡർ, പിന്നെ തേങ്ങയുടെ ടെൻഡർ, മഞ്ഞൾ, മറ്റേ കുങ്കുമം, അരവണ, അരി, പിന്നെ അന്നദാനം. അന്നദാനം എന്നൊക്കെ പറയുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ അന്നദാനപ്പുറയിൽ പാചകം ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പുള്ളിക്കാരി 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ്, അവർക്കിപ്പോൾ ശബരിമല പ്രവേശിക്കാം. പക്ഷേ ഒരു 25 വയസ്സുള്ള സ്ത്രീക്ക് നടത്താൻ പറ്റുമോ? അത് ആ റിലീജിയൻ അവരുടെ ഒരു സിസ്റ്റം അവരുടെ അനുവദിക്കുന്നില്ല എന്നുള്ള. ഓരോത്തിനും ഓരോ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് തന്നെ കാണണം. ഒരു സ്ത്രീ അവിടെ അന്നദാനം ഏറ്റെടുക്കാൻ പാടില്ലേ? അവരുടെ ഏജ് അനുവദിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അന്നദാനം പോയി കഴിച്ചതാണ്. കഴിഞ്ഞ വർഷം ഒക്കെ പോയി കഴിച്ചതിനേക്കാളുമൊക്കെ വളരെ ആ സ്ത്രീ, അവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു സ്ത്രീയാണ് നടത്തുന്നതെന്ന് എനിക്കറിയാം. എന്തോ പഴയ മഠം അങ്ങനെ എന്തോ ഒരു പേരാണ്, പഴയടമല്ല പഴയ മഠം, അങ്ങനെ എന്തോ ഒരു ആൾക്കാരാണ്. പക്ഷേ ഭയങ്കര, ഞാൻ അന്വേഷിച്ചു, നല്ല ഭക്ഷണമായതുകൊണ്ട് എല്ലാ പ്രാവശ്യവും പോകുന്നില്ലേ, മറ്റുള്ള വർഷങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സന്തോഷമല്ലേ കൂടുതൽ. നമ്മളല്ലേ അടുത്ത വർഷം പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, നോൺ സ്റ്റോപ്പായിട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ക്ലാപ്പ് ചെയ്യുകയും വേണം. മോശം കാര്യങ്ങൾ, പിന്നെ ഞാൻ മോശം കാര്യങ്ങളോട് റിയാക്ട് ചെയ്ത് വളരെ കുറവ്, അല്ലെങ്കിൽ ഞാൻ പറയില്ല മോശം കണ്ടൻറ്റുകൾ ഇടുന്ന ആളെയല്ല. പിന്നെ തീരെ നമുക്ക് നിവൃത്തിയില്ല, അല്ലെങ്കിൽ അത്തരം നമ്മൾ മറുപടി പറയേണ്ട അവസ്ഥ വരുമ്പോൾ മാത്രം അതിന് വീഡിയോ, ഞാൻ ആകെ എൻ്റെ ഒരു വീഡിയോ, പേഴ്സണൽ വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് കേസ് വന്ന സമയത്ത് എല്ലാ പ്രൂഫുകളും വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ അല്ലാത്തൊരു കണ്ടൻറ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ പേജിലേ ഇല്ല, എൻ്റെ പ്രൊഫൈലിലില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 99% ഐ ഓൾവേസ് കീപ് മൈ ക്യാമറ ഓഫ് വൈൽ ഡൂയിങ് ചാരിറ്റി. ഒരാൾക്കൊരു 500 രൂപ കൊടുത്തിട്ട് അതിൽ 5 ലക്ഷം ലൈക്ക് മേടിക്കുക, അല്ലെങ്കിൽ 5 മില്യൺ ലൈക്ക് മേടിച്ചാൽ അത്, കാരണം അതിൻ്റെ അകത്തൊരു വലിയ പ്രശ്നമുള്ളത്, നമ്മൾക്ക് എതിരെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഒരാൾ നമ്മളിൽ നിന്നൊരു 500 രൂപ കൈനീട്ടി മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ 1000 രൂപ മേടിക്കുമ്പോൾ അവനൊരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഗതികേടും ഉണ്ടായിരിക്കും അവൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഒരു വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മളോട് ഒക്കെ ആൾക്കാർ ചിലപ്പോൾ കണ്ടൻസ് ഒക്കെ എടുത്ത് ഇടാറുണ്ട്, നമ്മളത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാതെ നമ്മളായിട്ട് അതിനെ ഒരു മനഃപൂർവ്വം ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് അങ്ങനെ ഒരു ഫേക്കായിട്ട്, ഞാൻ ഒരു ഹിപ്പോക്രസി ഒട്ടും ഇല്ലാത്ത ഒരാളാണ്. ലൈക്ക് ഒരു ഫേക്കായിട്ടുള്ള വാട്ട് ഐ ആം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ, എൻ്റെ പോസ്റ്റിലും സ്റ്റോറിയിലും ഒക്കെ ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരാളാണ്. അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടിരുന്നു, ഒരു പയ്യന് ഫുഡ് മേടിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഇട്ടതല്ല, അത് കടൽ തോണി എന്ന് പറഞ്ഞൊരു അവരെന്നെ കൊളാബ് ചെയ്തത്. അത് ആക്ച്വലി എനിക്ക് ആ കടൽ തോണി എന്ന് പറഞ്ഞ ചാനലിലെ പയ്യൻ, പേര് ഞാൻ മറന്നു, എനിക്കൊരു വീഡിയോ അയച്ചിരുന്നു, ചേട്ടാ ഒന്ന് സ്റ്റോറി ഇടാമെന്ന്. അപ്പം ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ, നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് അപ്പം ഒരു പയ്യൻ അവനെ കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറയാം, പക്ഷെ അവനെ കഴിക്കാൻ പറ്റുന്നില്ല, കടൽ പണിയാണ്. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് അവൻ്റെ നമ്പറോ ഒന്നും അറിയില്ല, നീ തപ്പിപ്പിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവനെ അങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങനെ അവൻ തന്നെ കൊണ്ടുവന്നു, ഈ കടൽ തോണി യൂട്യൂബ് ചാനലിലെ പയ്യൻ തന്നെ കൊണ്ടുവന്നു. അവരതൊരു വീഡിയോ ആക്കി ഇട്ട് എന്നെ കൊളാബ് ചെയ്ത്. എനിക്കൊന്ന് ഞാൻ വളരെ റീസെൻ്റായിട്ടാണ് കൊളാബ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ എന്താ പറയുക, അതൊക്കെ ഒരു നമ്മൾ ആസ് എൻ ഇൻഫ്ലുവൻസർ എന്നുള്ള പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. നമ്മൾ പുറത്ത് പറയാത്ത അല്ലെങ്കിൽ ചെയ്യുന്ന, ഞാൻ വീട് വെച്ച് കൊടുത്ത ആൾക്കാരുണ്ട്. സീരിയസ്ലി സ്ഥലം മേടിച്ചു കൊടുത്തിട്ട് അതിൽ വീട് വെച്ച് കൊടുത്തു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. വീട്ടിൽ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് അവർ വില കുറച്ച് എനിക്ക് തന്നേ ഉള്ളൂ, ഫ്രീ ആയിട്ടും തന്നില്ല. ഫർണിച്ചർ മേടിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്, വീട് വെച്ചിട്ട് അവർക്ക് ഫർണിച്ചർ ഇല്ലാതെ. നമുക്കൊരു ദിവസം നമ്മുടെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ ഒരുപാട്, ഗേൾ ഫ്രണ്ടിന് ഐഫോൺ മേടിച്ചു കൊടുക്കാൻ പൈസ തരുമെന്ന് മുതൽ വീട്ടിൽ അരി മേടിക്കാൻ, സീരിയസ് ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം ഫണ്ട്. അങ്ങനെ ചേട്ടാ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ഐഫോൺ മേടിച്ചു കൊടുക്കണം, 520. അങ്ങനെ അത് ജെൻസി പിള്ളേരല്ലേ. എന്നിട്ട് ചേട്ടൻ അതിന് റിപ്ലൈ കൊടുക്കുമോ? പിന്നെ ഞാൻ എൻ്റെ കാണുന്ന മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിനക്കൊരു ജോലി വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം, നീ അധ്വാനിച്ച് നീ മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ജോലി മേടിച്ചു കൊടുത്തു. ഞാൻ അവനെ പറഞ്ഞു തരുന്നു. നമ്മൾ തന്നെ ദുബായിലുള്ള ഒരു കൺസേണിൽ നമ്മൾ അവന് ജോലി കൊടുത്തു. അവനിപ്പോൾ ഹാപ്പി ആയിട്ടോടെ ജീവിക്കുന്നു. അവൻ അതിന് ഐഫോൺ മേടിച്ചും കൊടുത്ത്, അത് വലിയ സന്തോഷം. അവൻ്റെ വരുമാനം കൊണ്ട് മേടിച്ചു കൊടുത്തു. ദുബായി പോയി വിസയൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ഐഫോൺ മേടിക്കാൻ പറ്റും. കാരണം സിസ്റ്റം അങ്ങനെയാണ്. നമ്മളവിടെ സാലറീഡ് ആണെങ്കിൽ വളരെ ഏത് ലേറ്റസ്റ്റ് മോഡൽ വേണം നമുക്ക് കിട്ടും. മന്ത്ലി അടച്ചാൽ. ചേട്ടൻ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഇങ്ങനെ ഇൻബോക്സിൽ വരുന്ന ഇങ്ങനത്തെ വെറൈറ്റി മെസ്സേജുകൾ എന്തൊക്കെയാ?
കുറേ പേരുണ്ട്. ഇപ്പം സാധാരണ പെണ്ണുങ്ങളാണല്ലോ ഈ ആണുങ്ങൾ. ഞാനിതുവരെ അത്രയും മെസ്സേജുകൾ എടുത്ത് സ്റ്റോറി ഇട്ടില്ല, പക്ഷേ എനിക്ക് പെണ്ണുങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഞാൻ അതിനെ വലിയ സീരിയസിൽ അല്ലെങ്കിൽ ഞാൻ വലിയ മറ്റേ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെയും അങ്ങനെ ഇത് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു, രസകരമായിട്ട് കാണുന്നു. എന്തൊക്കെ ടൈപ്പ് മെസ്സേജുകളാണ് ചേട്ടാ? കൂടുതലും നമ്മുടെ ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ജെൻസി ആണല്ലോ, ജെൻസി മെസ്സേജുകൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ടൊരു ബ്രാൻഡ് നമ്മൾ യു എയിൽ പുതുതായിട്ടൊരു ബാറും കൂടെ നമ്മൾ ഓൾറെഡി ഒരു കൺസേൺ ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഷുഗർ ഡാഡി എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ തപ്പി കിടക്കരുത്. അപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു പെണ്ണ് എൻ്റെ ഷുഗർ ഡാഡി അവർ മെസ്സേജ് എൻ്റെ ഫോണിൽ എപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ആവാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആവാമോ ചേട്ടാ. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ ബാർ കൺസേണിന് പേര് തപ്പി കിടക്കുന്നത്. അവൻ അവസാനം നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ആ പേരാക്കി. അതുകൊണ്ട് അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതുപോലുള്ള പല കൺസെപ്റ്റുകളും നമുക്ക് വരാറുണ്ട്. പിന്നെ ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ ലൈക്ക് ചികിത്സ അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ മീറ്റപ്സ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഡേറ്റ് അങ്ങനെ കുറേയൊക്കെ മെസ്സേജുകൾ അയക്കാറുണ്ട്. നമ്മൾ ഹിപ്പോക്രസിയിൽ നമ്മളിതൊക്കെ തുറന്ന് പറഞ്ഞ് സമ്മതിക്കുന്ന ആളാണ്. നമ്മളതിനെ മറച്ചു വെച്ചല്ല ഞാൻ ആക്ച്വലി ഐ എം എ വളരെ ഇങ്ങനത്തെ ആളാണ് ഒന്നുമല്ല. നമ്മൾ കള്ളു കുടിക്കും, നമ്മൾ സിഗരറ്റ് വലിയ താല്പര്യമുള്ള ആളല്ല, എന്നാലും വലിച്ചിട്ടില്ല. മറ്റേ നർക്കോട്ടിക്സ് നമ്മൾ ലാലേട്ടൻ്റെ പോളിസിയാണ്, ഡയറ്റി ബിസിനസ്സാണ്, നമ്മളത് ആ പരിപാടിയില്ല. പിന്നെ നമ്മുടേതായ മാനസികമായ സന്തോഷത്തിനും ഉല്ലാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ തുറന്നു പറയുന്നത്. അതിലൊരു ചിലർ ഇത് എനിക്ക് അറിയാമെന്നുള്ള പലരെയും ഞാൻ പലയിടത്തും വെച്ച് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളിത് ഫോട്ടോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇട്ട് പറയാം സ്റ്റോറിയൊന്നും ഇടല്ലേ, ബാറുകളിലും വരുന്ന എനിക്കത് പലപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏതോ ഒരു സത്യേന്ദ്രയുടെ സിനിമയിലാണ് ശങ്കരാടി ഒരു ആ നാട്ടിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പകൽ റോഡിൽ വെച്ച് കാണുമ്പോൾ ഈ ജാതി അസത്ത് സ്ത്രീകളാണ് ഈ നാടിൻ്റെ ശാപം എന്ന് പറയും. അന്നേ ദിവസം രാത്രി തന്നെ കുറേ പരിപ്പുടയും മേടിച്ചിട്ട് ടക്ക് ടക്ക് തട്ടി ആ വീട്ടിൽ പോയി പരിപ്പുടയും കൊടുത്ത് പുള്ളിക്കാരിയായിട്ട് സൗഹൃദം കൊടുത്തത് കാണാറുണ്ട്. അത്തരത്തിലുള്ള ജനസുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതേ നാട്ടിൽ തന്നെ വെളിച്ചപ്പാട് വളരെ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് പോകുന്നുണ്ട്. ഹീസ് വെരി ഓപ്പൺ ജെന്യൂൻ ഗേ. ആ നാട്ടിലെ സദാചാര കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റും സെയിം ആളാണ് ശങ്കരാടി. അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിലും കാണാൻ പറ്റുന്നുണ്ട്. പലരും എനിക്ക് പല കോമഡി സംഭവിച്ച ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ ഇടയ്ക്ക് അത്തരത്തിൽ വളരെയധികം മോട്ടിവേഷണൽ സന്ദേശങ്ങൾ കൊടുത്തുന്ന ഒരാളെൻ്റെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ വലിയ മോട്ടിവേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിലൂടെ മനസ്സിലായത് പലതരം ഫ്രസ്ട്രേഷനുള്ള, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, പലതരം ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ഒരുപാട് മറ്റേ മോട്ടിവേഷണൽ വീഡിയോസ്. ഈ ഇടയ്ക്ക് കണ്ടില്ല, ഒരു ഹസ്ബൻഡ് വൈഫ് അവർ ഭയങ്കര ഒരു ദാമ്പത്യപരമായിട്ടുള്ള വീഡിയോകൾ ഇടുന്നുണ്ട് ഒരാളാണ്. അവസാനം അവർ തമ്മിൽ തലയൊക്കെ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്നതാണ്. സത്യത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരാളുടെ കുറിച്ച് ചിന്തിച്ച് വച്ചിരിക്കുന്നതല്ല അയാളുടെ പുറത്തും അകത്തുള്ള കാര്യങ്ങൾ. റിയൽ എന്താണ്, റിയൽ ലൈഫും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർ ഈ എൻറ്റയർലി നന്മപരം കളിക്കുന്ന, നമുക്കൊക്കെ അത് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന അതിന് ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ പിന്നെ അതിനുവേണ്ടി സമയം മെനക്കാറുണ്ട്. ഭയങ്കര നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അയ്യോ നന്മയുള്ള പയ്യൻ അല്ലെങ്കിൽ നന്മയുള്ള ഇങ്ങനെ ആയിട്ടുള്ള ഒരു പെരുമാറ്റ കാര്യങ്ങൾ അങ്ങനെ കുറേ. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ. ഭയങ്കരമായിട്ട് നമ്മൾ നന്മയാണ്, നന്മയുടെ പ്രതിരൂപമാണ്, ഞാൻ നന്മയല്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നവരായിരിക്കും ഏറ്റവും അധികം തിന്മയുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് പണ്ട് പോലെ ബ്രേക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പോൾ ആദ്യമേ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ട് ലിക്കർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കള്ളു കുടിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരുപാട് എനിക്ക് തോന്നുന്നൊരു 100+ മോഡൽസുമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഞാനുമായിട്ട് വീഡിയോ ചെയ്ത ഒരൊറ്റ മോഡൽസും എന്നെ കുറിച്ചൊരു നെഗറ്റീവ്സും പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് ഇപ്പോഴും ഈയിടയ്ക്ക് ഒരു വീഡിയോ വൈറലായിരുന്നു. ഞാൻ വർക്ക് ചെയ്തൊരു മോഡലുമായിട്ട് ഒരു ഇനോഗ്രേഷന് പോയപ്പോൾ ഒരു ആൾ ചോദിച്ചു, മുകേഷ് ചേട്ടന് എന്താണ് അഭിപ്രായം, എന്താണ് നിങ്ങളുടെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബിഗ് ബ്രദർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്തിരുന്ന വീഡിയോ അത് ഏഴിമല പൂഞ്ചോലാണ് ഞാൻ ആ കുട്ടിയായിട്ട് ചെയ്തത്. ലൈക്ക് അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാണുന്ന ആൾക്കാരുമുണ്ട്, അല്ലാതെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നവരുണ്ട്, ഒരു വെൽവിഷറായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ നമ്മൾ അവർ തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇന്നും ഒരാളെ മോശപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുമായിട്ടുള്ള അത്. അങ്ങനെ ഒരാളെ ലേബലൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്.
മനസ്സിലായില്ലേ? പക്ഷെ ഇത്തരത്തിൽ ലേബലൈസ് ചെയ്യപ്പെടാത്ത എത്ര സൈക്കോമാരുണ്ട് നമ്മൾ പോലും അറിയാതെ. പലരും ചിലപ്പോഴൊക്കെ ഒരുപാട് നാൾ അവരുടെ കൃത്യമായ രൂപം അവർക്ക് ഒളിച്ച് അവരുടെ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റില്ല. ഒരു പരിധി കഴിയുമ്പോൾ അത് പുറത്തു വരും. അപ്പോഴേ നമ്മളിതൊക്കെ തിരിച്ചറിയുള്ളൂ. അങ്ങനെ എത്രയോ നന്മ മരങ്ങളുടെ മുഖങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? ഒരുപാട് പേരുടെ നമ്മൾ തന്നെ വളരെയധികം ഇയാൾ ഇത്രക്കാരനായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുപോലെ നമ്മൾ മോശമായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരെ പലരും നല്ലതാണെന്ന് നമ്മൾക്ക് കാലം തെളിയിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ നമ്മളെല്ലാം അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. ഞാനെപ്പോഴും ലൈഫ് അങ്ങനെ പോസിറ്റീവായിട്ട് കാണുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ എൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത് ഒരു ആക്സിഡൻ്റാണ്. ഞാൻ അത്യാവശ്യം പഠിക്കാൻ വലിയ സ്കൂൾ ടൈമിൽ കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ തലേദിവസമാണ് എൻ്റെ കൈ ആക്സിഡൻ്റ് ആയിരുന്നു. ഇവിടെ അയൺ റോഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ പാട് സ്റ്റിച്ച് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഒരുപക്ഷെ അല്ലെങ്കിൽ ഞാൻ ആ വഴിയിലോട്ട് ടേൺ ചെയ്ത് പോകേണ്ട ഒരാൾ മാറി ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. ജേർണലിസം പഠിച്ചു, അതിനുശേഷം MBA ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ. അപ്പം നമ്മൾ ലൈഫിലുണ്ടായ ഒരു ആക്സിഡൻ്റാണ്. അപ്പോൾ ആക്സിഡൻറ്റിന് അത് നെഗറ്റീവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് നെഗറ്റീവ് ആക്കാം. പക്ഷേ അത് പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ആ ആക്സിഡൻറ്റ് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മേ ബി ഒരു ഗവൺമെൻറ് സർവൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോട്ട് വരാൻ സാധ്യത വളരെ കുറവുള്ള ഒരാളാണ്. മേ ബി ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കും, ഒരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം പിന്നീട് ഒരു സഭാകമ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ചേട്ടാ, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് വൈറലായിട്ട് ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നതും ഒരാൾ അടുത്തിരിക്കുന്നതും. പക്ഷേ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും അയാൾ ഒരു രീതിയിലും, ചേട്ടൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അയാൾ ഒരു രീതിയിലും ആ പെൺകുട്ടി ഉപദ്രവിക്കുന്നില്ല. പക്ഷെ അത് സ്പ്രെഡ് ചെയ്തത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി അതിനെ സ്പ്രെഡ് ചെയ്തത് അയാൾ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. ചേട്ടൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടിരുന്നു. ഒരുപാട് എനിക്ക് ആ വീഡിയോ അയച്ചിരുന്നു. ചേട്ടൻ മിഷൻ ഒരു പയ്യൻ അയച്ചത്. ശേഷം ചേട്ടൻ മിഷൻ മെൻസ് കമ്മീഷൻ അല്ലെ കൊണാണ്ടർ അല്ലേ, എന്തുകൊണ്ട് ആ വീഡിയോ റിയാക്ട് ചെയ്ത്? ഞാൻ ബേസിക്കലി നെഗറ്റീവ് വീഡിയോസ് റിയാക്ട് ചെയ്യാറില്ല. പിന്നെ ആ കുട്ടിയോട് എനിക്ക് സഹതാപമാണ് തോന്നി. കാരണം കുട്ടി ചെയ്യാൻ ശ്രമിച്ചത് അവൾക്കൊന്ന് വൈറലാവാൻ ശ്രമിച്ചതാണ്. ലൈക്ക്, പക്ഷെ അതുകൊണ്ട് അയാളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, കാണുന്നവൻ മണ്ടനല്ല എന്നുള്ള ആ ഒരു വലിയ സംഭവമുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ കേസിൽ സംഭവിച്ചത്. ലൈക്ക് ഒരു 10-15 പേര് വരുന്നൊരു ഷൂട്ടിൽ നമ്മൾ പോകുന്നു, ഷൂട്ട് ചെയ്ത് തിരിച്ചു വരുന്നു, 6 മാസം കഴിയുമ്പോൾ പരാതി വരുന്നു. അപ്പോൾ ആ വീഡിയോ അവർ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൊളാബ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് ഈ സാധനം വരുമ്പോൾ എല്ലാവർക്കും ഇറ്റ്സ് ഗസ്സബിൾ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലാതെ ഒരു വീഡിയോ നമ്മൾ നിർബന്ധിച്ചാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത ദിവസം ആ വീഡിയോ കൊളാബ് ഇടാൻ പാടില്ലായിരുന്നു. ഇത്രയും ദിവസം കേസ് കൊടുത്തിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കോമഡി. കേസ് കൊടുത്ത് FIR ആയി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ റിമൂവ് ചെയ്യുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുപോലെ ഒരു കേസായിട്ട് ഇതിനെ കണ്ടു. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ശരിക്കും ജെന്യുവിനായിട്ട് ഇനി ഒരു കേസ് വരുമ്പോഴും അല്ലെങ്കിൽ ഇത് കാണുമ്പോഴും നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അതാണ്. ഇനിയിപ്പോൾ പെൺകുട്ടി പുലി വരുന്നേ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പെൺകുട്ടി പറഞ്ഞത് പുലി വരുന്നേ, അതായത് യഥാർത്ഥത്തിൽ പുലി വന്നോ ഇല്ല. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് ജെന്യുവിനായിട്ട് നാളെ ഇനി അവളെ ആരെങ്കിലും കയറി പിടിച്ചാലും അവൾ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ചേട്ടാ, ഇതിൻ്റെ വേറൊരു അപ്പുറത്തെ ഒരു കോൺട്രഡിക്ടറി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്ത് കോണ്ടന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കോണ്ടന്റ്സ് ഇടുന്നവരുണ്ട്. ഹോട്ടായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ സെമി ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷേ അങ്ങനത്തെ ആൾക്കാർക്ക്, അതായത് അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടി നാളെ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൾക്കത് ഒരിക്കലും പബ്ലിക്കിൽ വന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ബിക്കോസ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറയും, നീ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതല്ലേ, അപ്പോൾ പിന്നെ ഇത് ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ ഇത് രണ്ടറ്റമാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ബോധം ഉണ്ടാവില്ല ആൾക്കാർക്ക്. ഇത് ജെനുവിൻലി ഒരു കാര്യം പറയാം, അവരുടെ കണ്ടന്റ് അവരുടെ ഇഷ്ടപ്രകാരമാണ് അവർ സബ്സ്ക്രിപ്ഷനിലൂടെയൊക്കെ അത് കാണാൻ ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്ത് 99 അല്ലെങ്കിൽ എനിക്കറിയില്ല എൻ്റെ എമൗണ്ട്, ആൾക്കാർ ഇഷ്ടമുള്ള ഇപ്പോൾ 1000 രൂപ പറഞ്ഞാലും ഇട്ട് കാണാൻ ആൾക്കാരുണ്ട്. അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സാധനം ഇടുന്നത്. അപ്പം അത് കാണാൻ ഇവർ നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ അവർ കണ്ടന്റ് ഇടുമോ? ഇപ്പോൾ ഒരാൾ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ 99 രൂപയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ആ 99, അങ്ങനെ 1000 പേര് കണ്ടു കഴിഞ്ഞാൽ അത് 99,000 രൂപയായി, എന്നുവെച്ചാൽ 1,00,000 രൂപയായി. അപ്പം അത്തരത്തിലുള്ള ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടിക്ക് നാളെ ഒരു പ്രശ്നം വന്നാൽ അവൾക്കത് തുറന്ന് പറയണം. കാരണം അവൾ അത് ചെയ്യുന്നത് കൊണ്ട് അവളൊരു മോശക്കാരിയാവണമെന്നില്ല. ഒരു പെണ്ണ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പം
ഈവൻ ഇതിനൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പെണ്ണ് നോ എന്ന് പറഞ്ഞാൽ അത് വെദർ ഷീസ് ഈവൻ എ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കൂടെങ്കിലും ഒരു പെണ്ണ് നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ്. നമ്മുടെ കൺസെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഡീൽ, ഇറ്റ്സ് എ വെരി ബിഗ് ഡീൽ. ഒരു കൺസെന്റ് ഇല്ലാതെ സ്ത്രീയുടെ ശരീരത്തിൽ തൊടുന്നത് ഇറ്റ്സ് എ ക്രൈം. പക്ഷേ തൊടാതെ തൊട്ടെന്ന് പറഞ്ഞ് അയാളെ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കേസിൽപ്പെടുത്തുന്നു, അതും ഒരേ സമയം ക്രൈമാണ്. പക്ഷെ ഇതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, പാച്ചുവും ഗോപാലനും അല്ലാതെ ഒരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്നവനെ ഇതുപോലെ കരിവാരി തേക്കാൻ ഉപയോഗിക്കുന്നത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. ജെന്യുവനായിട്ടുണ്ടാകുന്ന ഇതുപോലുള്ള കേസുകൾ ആ ഒറ്റ കാരണം കൊണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷപ്പെടുന്ന ആരൊക്കെയാണ്, ഇതുപോലെ കുറ്റം ചെയ്യുന്നവൻ രക്ഷപ്പെട്ടു പോകും. പക്ഷേ നിയമത്തിൻ്റെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നിരപരാധി ഇന്നേ വരെ എൻ്റെ അറിവിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ട കേസുകൾ വളരെ കുറവാണ്. ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടാൽ എന്നാലും അവൻ നിരപരാധി എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളാണല്ലോ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ ഉണ്ടായ പല പോക്സോ കേസുകൾ പ്രതി നിരപരാധിയാണെന്ന്, പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ടവൻ നിരപരാധിയാണെന്ന് ഈ കേസ് കൊടുത്ത ആൾ തന്നെ വന്ന് പിന്നീട് പറയുന്നത്. അവർ 9 വർഷത്തിന് ശേഷമായിരിക്കും പറയുന്നത്, പക്ഷേ ഇറ്റ്സ് പ്രൂവൺ. പക്ഷേ അയാൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അയാളുടെ ജീവിതം, അയാളുടെ കുടുംബം, അയാളുടെ 9 വർഷത്തെ ജയിലിലെ വാസം, ഈ പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ പശപ്പച്ചരിയുടെ ചോറുമുണ്ട്, തറയിൽ കിടന്ന് ആകാശം പോലും കാണാതെ ആൾക്കാരുടെ മുന്നിൽ ഒരു പ്രതിയായി കണ്ട് മറ്റുള്ള സഹതടവുകാരെന്ത് ഈ മിക്കവാറും ജയിലിൽ കയറുമ്പോൾ നടപടിയോടുകൂടി ആയിരിക്കും അയാൾ കയറിയത്. കാരണം ഹീസ് പ്രൂവൺ ഗിൽറ്റി. അപ്പം ഒരു വിചാരണ തടവുകാരൻ പോലുമല്ല, അയാൾ കേസ് വിധി ശിക്ഷിക്കപ്പെട്ട ആളാണ്. ആടിച്ച് കുറ്റിയാകത്തായിരിക്കും കാണാൻ ഉറപ്പാണ്. ജയിലിൽ അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ കിടന്നിട്ട് വന്നപ്പോൾ കുറേ ജയിൽ കഥകൾ കേട്ട് ഞാൻ തന്നെ അന്താളിച്ചു പോയി. കുറേ പേര് രാഹുലിൻ്റെ അടുത്ത്, അതിൽ ഞാൻ 4-5 കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു പയ്യനും പെണ്ണും പ്രേമിച്ചു, അവർ കല്യാണം കഴിച്ചു. പക്ഷേ അവൾക്ക് 18 വയസ്സ് തികയുന്നതിന് ഏകദേശം എത്രയോ 1 ദിവസം 2 ദിവസം മുമ്പാണ് അവർ കല്യാണം കഴിച്ചത്. എന്നുവെച്ചാൽ 18 ദിവസം കഴിഞ്ഞ് ഇനി 2 ദിവസമേ ഉള്ളൂ. പക്ഷേ അവൻ പോക്സോ കേസിൽ ഇപ്പോൾ ജയിലിലാണ്. കല്യാണം കഴിച്ചതാണ്, അവൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ വീട്ടിലുണ്ട്. അതാണ് നിയമം. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടിയുടെ അച്ഛനും അമ്മയും പരാതി കൊടുത്തു, നിയമപ്രകാരം അവനെ ശിക്ഷിച്ചേ പറ്റൂ. പക്ഷെ അവൻ കുറ്റവാളിയാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ അവന് വേറെ നല്ല വക്കീലിനെ വയ്ക്കാൻ നിവൃത്തിയില്ലാത്തപ്പോൾ നമ്മൾ അവൻ്റെ കേസ് ടേക്കപ്പ് ചെയ്ത് അഡ്വക്കേറ്റിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഉടനടി പുള്ളി അവർ ജയിൽവാസം കഴിഞ്ഞ് പുറത്ത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്തരം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മളുടെ ഒരു ഏണിക്സിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ മാത്രമല്ല കേട്ടോ, രാഹുൽ ഈശ്വറിൻ്റെ ആ കാര്യത്തിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. പുള്ളിയും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ സമ്പാദിക്കുന്ന പൈസയുടെ ഒരു നല്ലൊരു എമൗണ്ട് തന്നെ ഈ മിഷൻ മെൻസ് കമ്മീഷന് വേണ്ടി ഇതിന് വേണ്ടി നമ്മൾ ആരുടെ നിന്നും 1 രൂപ മേടിക്കുന്നില്ല. നമ്മൾക്കാരും 1 രൂപ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട. എൻ്റെ ഓൺ പോക്കറ്റിൽ നിന്ന്, രാഹുലിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്താണ് നമ്മൾ ഈ സാധനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. മിഷൻ മെൻസ് കമ്മീഷൻ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രീ വെബ്സൈറ്റാണ്. ആർക്ക് വേണേൽ രജിസ്റ്റർ ചെയ്യാം, കംപ്ലയിൻറ്റ് ഉന്നയിക്കും. നമ്മൾ അവർക്ക് സർവീസ് കൊടുക്കുകയാണ്, ഫ്രീ ആണ്. അതിൻ്റെ കോസ്റ്റ് ഞാനും രാഹുലുമാണ് ബെയർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ കാണുന്നവർക്ക് ഒരുപാട് പേര് ആ മിഷനെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് അത് കളിയാക്കി വിടണം. അതിനെക്കുറിച്ച് അതിനെ ഡീഗ്രേഡ് ചെയ്ത് വീഡിയോ ഇട്ട ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിലൊരു ഇൻഫ്ലുവൻസർ എന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നു, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പം ഞാൻ ചോദിക്കും, താങ്കൾ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടു, മിഷൻ മെൻസ് കമ്മീഷനെ കുറിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അല്ലേട്ടാ, എനിക്ക് സ്വന്തമായിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ അയാളെ നിന്ന് സഹായിച്ചു കൊടുക്കേണ്ടി വന്നു. അവനവന് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോൾ മറ്റുള്ളവൻ്റെ ജീവിതത്തിലൊരു സാധനം വരുമ്പോൾ ഇപ്പം താങ്കൾക്കൊരു മുറിവുണ്ടായാൽ അതിൽ ഏറ്റവും അധികം വേദനിക്കുന്നത് താങ്കൾക്ക് മാത്രമാണ്. താങ്കളുടെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവും, സഹോദരനുണ്ടാവും, അതിനപ്പുറം വേറെ ഒരാൾക്കും ഉണ്ടാവും, ഫീൽ ചെയ്യുന്നത് നമ്മളായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ്. സ്വന്തമായിട്ടൊരു മുറിവ് ഉണ്ടാകുമ്പോഴേ അവന് മനസ്സിലാവുള്ളൂ എത്രത്തോളം മറ്റുള്ളവൻ ഈ വേദന അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേസിൽ എനിക്ക് കുറച്ച് വിൽ പവറും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളൊരു ലൈഫ് ഒരുപാട് ട്രാവലും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇതൊരു കേസ് ടാക്കിൾ ചെയ്യാൻ എനിക്ക് പറ്റി. പക്ഷേ എത്ര പേർക്ക് പറ്റും എന്നുള്ളതാണ് സീരിയസ് ആയിട്ട്. ഇപ്പോൾ രാഹുൽ പോലും എന്നോട് പറഞ്ഞു, ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് തകർന്നു പോയത്. കാരണം ഇറ്റ്സ് എ സീരിയസ് അലിഗേഷൻ, ഫാബ്രിക്കേറ്റഡ് ഫേക്ക് കേസാണ്, ബട്ട് ഇറ്റ്സ് എ സീരിയസ് അലിഗേഷൻ. ഹൗ ടു സർവൈവ് എന്നുള്ളത് ആ ഒരു നിമിഷമാണ്. ആ ഒരു നിമിഷത്തെ ഒരാൾ എന്തും ചെയ്തു പോകാം എന്നുള്ളതാണ്. എല്ലാവരും അത് ചിരിച്ചുകൊണ്ട് നേരിടണമെന്നില്ല, പോസിറ്റീവായിട്ട് പോയതിനേക്കാൾ ശക്തമായി തിരിച്ചു വരണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ അത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മളുടെ പ്രാർത്ഥനയും എഫേർട്ടും. അതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കോ എതിരെയല്ല, പക്ഷേ ഇതുപോലുള്ള വ്യാജ പരാതികൾ കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കെതിരാണ്.
രാഹുൽ ഈശ്വറിൻ്റെ ജയിലിലെ കാര്യം പറഞ്ഞപ്പോഴാണ്. രാഹുൽ ഈശ്വർ 16 ദിവസം ജയിലിൽ കിടന്നിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ട്രോളെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ആർക്ക് വേണ്ടിയാണോ സംസാരിച്ചത് അയാൾ പുറത്തും രാഹുൽ ഈശ്വർ ജയിലിനകത്തുമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടനത് കണ്ടിട്ടുണ്ടായിരുന്നു? ഓക്കെ. സോ അപ്പം ചേട്ടൻ്റെ ഒരു ടേക്ക് എന്തായിരുന്നു ആ കാര്യത്തിൽ? ഞാൻ എല്ലാ ദിവസവും രാഹുലിനെ ജയിലിൽ പോയി കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ആണല്ലേ? ഞാനിപ്പോൾ രാഹുലിൻ്റെ വൈഫ് ദീപ അങ്ങനെ പല സുഹൃത്തുക്കളെല്ലാം വരാറുണ്ട്. പിന്നെ രാഹുൽ പട്ടിണി കിടന്നതിന് ശേഷം നമ്മളെ കാണാൻ അനുവദിച്ചിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും പോയി കോടതിയിലും ഒക്കെ ഞാൻ പോയി കാണും. ബെയിൽ കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഫുൾ ഉണ്ടായിരുന്ന ഒരാളാണ്. രാഹുലിനോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് കൂടെ പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലോ. ഇതൊരു ആശുപത്രിയോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ലല്ലോ, വീടൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ രാഹുലിനെ അറിയിക്കുന്നുണ്ട് ഓരോ ദിവസം. ഇടയിൽ ഇങ്ങനൊരു ട്രോള് വന്നു നല്ല കാര്യങ്ങളൊക്കെ. പുള്ളി അത് വളരെ ചിരിച്ച് ലാഘവത്തോടെയാണ് പുള്ളി കാണുന്നത്. പുള്ളി എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ആദ്യം മറ്റേ ഷർട്ടിൻ്റെ സിബങ്ങ് വരും. സീരിയസ് ആയിട്ട് ജയിലിനകത്ത് ആ ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മിഷൻ മെൻസ് കമ്മീഷൻ. എന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ ഒരു ടീഷർട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദീപയെടുത്ത് പറഞ്ഞാൽ ദീപ എടുത്തേര്. ഞാൻ പറഞ്ഞു എന്താണ്? അല്ലാതെ പുള്ളിയുടെ ബ്ലഡിലും പുള്ളിയുടെ മൈൻഡിലും എല്ലാം മിഷൻ മെൻസ് കമ്മീഷനാണ്. കാരണം പുള്ളിക്ക് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് പുള്ളിക്ക് എന്ത് നേട്ടമാണോ ഉള്ളത്? പുള്ളി ഇത്രയും ദിവസം പോയി ജയിലിൽ കിടന്നു. പുള്ളിക്ക് സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, നിങ്ങളെപ്പോലെ പറഞ്ഞ ഈ ട്രോളന്മാരുടെ പെരുമഴ. പക്ഷേ ഈ എഫേർട്ട് പുള്ളി എടുത്തതിൻ്റെ ബലം എന്നായാലും അതിനൊരു റിസൾട്ട് ഔട്ട്കം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം പുള്ളിയെപ്പോലെ ഒരാൾ മേ ബി എന്നെക്കാളും എഡ്യൂക്കേറ്റഡ് ആണ് പുള്ളി. അപ്പം അത്രയും എഫേർട്ട് പുള്ളി ഇതിനു വേണ്ടി എടുക്കുന്നത്. പുള്ളിക്ക് ഇതുകൊണ്ട് ഒരു രൂപയുടെ സാമ്പത്തിക നേട്ടമില്ല. ഉണ്ടോ? പുള്ളി മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ സഹായിച്ചത് എന്തെങ്കിലും കാര്യമുണ്ടോ? പുള്ളിയുടെ സമയനഷ്ടം, ഉറക്കമില്ലായ്മ, പാവം പഠിച്ചവൻ രാത്രി ഒന്നും ഉറങ്ങത്തില്ല. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ അത്രയും എടുക്കുമ്പോൾ ഈ എടുത്ത ആളെക്കുറിച്ച് ഇത്തരം ട്രോളുകൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ പലപ്പോഴും പല വേദികളിലും എതിരായിട്ട് സംസാരിച്ച ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു കേസിൽ സംസാരിക്കാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ തന്നെ ചോദിച്ചു. നമ്മൾ ഈ ഒരു ഗർഫ കേസ് സീരിയസ് ആയിട്ട് എങ്ങനെ തന്നെ ചോദിച്ചു എടുക്കണോ? പറഞ്ഞു അത് മുകേഷ്, അത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലുണ്ടായ ഒരു റൈവലറിയാണ്. അത് പൊളിറ്റിക്കലി കളർ ചെയ്ത് അത് യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇഫ് രാഹുൽ ഈസ് പ്രൂവൺ ഗിൽറ്റി നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ അൺടിൽ ഇഫ് ഹീസ് പ്രൂവൺ ഗിൽറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരാളെ ഗിൽട്ടാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ. പിന്നെ ഇതിൽ പുള്ളി എനിക്ക് മനസ്സിലാക്കാൻ പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു വളരെ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് എങ്ങനെ നിങ്ങൾ അകത്ത് പോയി, അല്ലെങ്കിൽ അതിനെന്താണ് കാരണം? രാഹുലിന് എന്നോട് പറഞ്ഞ കാര്യം, പഞ്ചായത്ത് ഇലക്ഷൻസ് ഈസ് കമ്മിങ്, അതുവരെ രാഹുലിൻ്റെ വാവൊന്ന് മൂടി കെട്ടണം. രാഹുൽ പുറത്ത് നിന്ന് ഈ ശബരിമല എന്ന് പറഞ്ഞ് രാഹുൽ ഒരു വൈകിട്ട് വരെ ഒരു 5 വീഡിയോ ഇടും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് വീഡിയോ ഇടും. അപ്പോൾ എങ്ങനെയെങ്കിലും അതിജീവിതത്തെ കൊണ്ട് അവരൊരു പരാതി പിടിപ്പിച്ചു. അതിന് സെക്ഷൽ കളേർഡ് റിമാർക്സ് ഉണ്ടെന്നുള്ളത് പ്രത്യേക, അങ്ങനെ ഒരു റിമാർക്സേ ഇല്ല ആക്ച്വലി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പുള്ളിയെ ഞാൻ സൈബറിൽ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് മുകേഷ് ഞാൻ സൈബറിൽ ഒരു മൊഴിയെടുക്കാൻ പോവാണ്, ഞാൻ ദുബായിൽ പോകാൻ എയർപോർട്ടിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഞാൻ പോയില്ല. പിന്നെ അന്ന് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഞാനത് ക്യാൻസൽ ചെയ്ത് ഞാൻ 2 ദിവസം നിന്നിട്ട് ആണ് പോകുന്നത്. എന്നിട്ട് ബെയിൽ കിട്ടുന്നില്ല. അപ്പോഴും എനിക്ക് മനസ്സിലായി എനിക്ക് അവിടെ അത്യാവശ്യമായിട്ട് കുറച്ച് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പോയി സൈൻ ചെയ്യണം. അപ്പോൾ അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു 4 ദിവസത്തേക്ക് പോയിട്ടാണ് വന്നത്. അതിനുശേഷം രാവിലെ ബെയിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്നതിനേക്കാൾ അപ്പുറം ഇൻറ്റൻസിറ്റിയിലേക്ക് ഈ സിസ്റ്റം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പം ഒരു ഗവൺമെൻറ്, ഒരു പോലീസുകാർ, ഒരു പെണ്ണ്, ഈ 3ഉം കൂടെ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഭരണം വരെ താഴെ തള്ളിയിട്ടിട്ടുണ്ട്. അറിയാമല്ലോ, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച സരിത എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സരിത എവിടെയാണ്? വാട്ട് ഈസ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? സരിത ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ഒന്ന് അന്വേഷിച്ച് നോക്കും ഇപ്പോൾ എവിടെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എവിടെയാണെന്ന്. ഇതിനെല്ലാം ഈ ഞാനതല്ലേ, നിങ്ങൾ ബിലീവറാണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ കർമ്മ ബിലീവറാണ്. അതിനൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഉമ്മൻചാണ്ടിയെ പോലും ലൈംഗിക ആരോപണ കേസിൽ പെടുത്തിയ സരിത ഇപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം നിങ്ങൾ, എന്താണ് അവരുടെ അവസ്ഥയെന്ന്. അദ്ദേഹത്തെ പോലും കോടതി നിരപരാധിയാണെന്ന് പറയുന്നവരെ നമ്മളെല്ലാവരും വേട്ടയാടിയില്ലേ? എല്ലാവരും പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി സരിതയായിട്ട് മോശമായി പെരുമാറിയെന്നും. പല പല അലിഗേഷൻസാണ് പുള്ളിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വാനത എന്തോ പറയാൻ ആ വാക്കിനെ എനിക്ക് അറിഞ്ഞൂടെ, മലയാളത്തിലുള്ള നിഘണ്ടുവിലുള്ള ഒരു വാക്കാണ്. അതുവരെ ചെയ്യുന്നവരെ പറഞ്ഞു. അത് എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ എന്നിട്ട് എന്തായി? അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു പുരുഷനെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ, ഒരു രാജ്യത്തെ, ഈ ഭൂലോകത്തെ തന്നെ മറിച്ചിടാൻ പറ്റൂ എന്നുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ആ ഒരു അപകടകരമായ രീതിയിൽ. എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ? അല്ല. നന്മയുള്ള സ്ത്രീകളുണ്ട്, ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്. ഇപ്പം നമുക്ക് മദർ തെരേസയും സരിതയും ഒരുപോലെ കാണാൻ പറ്റുമോ? ഇപ്പോൾ കാണണോ? അവരും സ്ത്രീയല്ലേ. മദർ തെരേസ ഒരു സ്ത്രീയല്ലേ, കാണാൻ പറ്റുമോ? സരോജിനി നായിഡുവും സരിതയും നായരെയും ഒരുപോലെ കാണാൻ പറ്റുമോ? കാണണോ? ഞാനിപ്പോൾ സരിതയെ മാത്രം കോണർ ചെയ്ത് പറയുന്നതല്ല, വേറെ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പം അപ്പം ഇതെല്ലാം ഇത് രണ്ടുപേരും സ്ത്രീകളാണ്, രണ്ടുപേരും സ്ത്രീകളാണ്, രണ്ടുപേരും ഏകദേശം ഒരേ ബാഹ്യരൂപങ്ങളുള്ള ആൾക്കാരാണ്. എന്നാൽ പക്ഷേ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണോ? നമുക്ക് ഒരു കാരണവശാലും മദർ തെരേസയെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ, ഇഷ്ടപ്പെടുന്ന പോലെ സരിത നായരെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. സരിത നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അവരിനിപ്പോൾ നാളെ നമുക്കെതിരെ കേസ് കൊടുത്താലൊന്നുമില്ല, പറയാനൊന്നുമില്ല. നമ്മൾക്ക് വെറുപ്പാണ്, അത്തരം സ്ത്രീകളോട് പുച്ഛമാണ്, അവജ്ഞയാണ്. കാരണം പുരുഷന്മാരെ വ്യാജമായിട്ടുള്ള കേസിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക, പല ഓഡിയോകളും പുറത്തു വന്നതല്ലേ, അവരുടെ പല ഓഡിയോകളും പുറത്തു വന്നതല്ലേ. പൈസ ചോദിക്കുന്നതും PC ജോർജ് അദ്ദേഹമായിട്ടുള്ള ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നതല്ലേ. അപ്പോൾ അതിലൊക്കെ മണി മോട്ടീവ് എല്ലാം ഉണ്ടായി. ഇവിടെ എന്താ, ഭരണം പോയി, തൽക്കാലം അടുത്ത ഭരണം പിടിക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നുള്ള പിന്നെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു മാർച്ച് മുതൽ മെയ് മാസത്തിനിടയ്ക്കായിരിക്കും തിരഞ്ഞെടുപ്പ്. ഇനിയാണ് കംപ്ലീറ്റ് പുതിയ ലൈംഗിക ആരോപണങ്ങളും പുതിയ ഗെയിമുകളും. നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത ഒരു 3 മാസം മൊത്തം പീഡന കഥകൾ, ലൈംഗിക ആരോപണ കഥകൾ, കൈക്കൂലി കഥകൾ ഒക്കെ ആയിരിക്കും. എല്ലാം ഹോട്ട് കേക്ക്സ് പോലെ വിറ്റുപോവുകയും ചെയ്യും. ഓരോ ദിവസം ഓരോരോ ടോപ്പിക്സ് ആയിരിക്കും. ഇതിനിടയിൽ പാവപ്പെട്ടവൻ്റെ അരിപ്രശ്നവും മറ്റേ റോഡിൽ കട്ടറിൽ വീണ് മരിച്ചവൻ്റെ പ്രശ്നവും കൈകാലൊടിഞ്ഞവൻ്റെ പ്രശ്നവും ഒന്നും ആരും ഹൈലൈറ്റ് ചെയ്യില്ല. എല്ലാവർക്കും പറഞ്ഞില്ലേ, അല്ല കളേർഡ്, സെക്ഷലി കളേർഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, മറ്റേ ഗർഭഛിദ്ദം, മറ്റേ വദനസുരഭം, ഇതൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം, കാണാനും കേൾക്കാനും ഇഷ്ടമുള്ളത്. സാധാരണക്കാരൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കുറേ നാൾ മുമ്പുള്ള അവസ്ഥയാണ്. പാലത്തിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി കുറേ ലൈറ്റ് ഇട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ ആ പാലത്തിൻ്റെ അടിയിൽ റോഡുണ്ട്, ആ റോഡ് നന്നാക്കാൻ അവർ എഫേർട്ട് എടുക്കാറില്ല. സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായില്ലേ. ഇതിപ്പോൾ ജയിലിലെ വേതനം കൂട്ടിയിരിക്കുകയാണെന്ന് പറയാം, മറ്റേ പെൻഷൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരും ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ യൂസേജ് അല്ലേ. ഇപ്പം രാഹുൽ മാങ്കൂട്ടൽ കേസിന് ആർക്കൊക്കെ ബെനിഫിഷ്യലായി, ഒരു പരിധിവരെ അവർ ബെനിഫിഷ്യലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭീകരമായ തോൽവി മാറി ഒരു മാന്യമായ തോൽവിയായി മാറി, അത്രയും ഒരു ഗുണം. അല്ലെങ്കിൽ ഒരു ഭീകരമായ തോൽവി ഉണ്ടാകുമായിരുന്നു. ശബരിമല വിഷയത്തിലെല്ലാം കൂടെ അതൊരു മാന്യമായ രീതിയിൽ മാറി. അത്ര ഒരു മുഖം രക്ഷിക്കൽ. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് മറിഞ്ഞില്ലേ. കേരള സംസ്ഥാനത്തിൽ ലോക്കൽ ബോഡിയിൽ അതുപോലെ ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ നിയമസഭയിൽ. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇനി കാത്തിരുന്ന് തന്നെ കാണണം. ഈ പറയുന്ന കണക്ക് ലൈംഗിക ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സെക്ഷൽ സ്റ്റോറീസും കൈക്കൂലി കഥകളും ഒക്കെ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം കംപ്ലീറ്റ് അതാണ് വരാൻ പോകുന്നത്. എല്ലാം ഈ MLA-മാരെയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരെയും ചുറ്റിയായിരിക്കും. നോക്കിക്കോളൂ. യെസ്, ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.